നമസ്കാരം. ന്യൂസ് ആൻഡ് ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കടന്നു വരികയാണ്. 2018 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ കച്ചമുറുക്കി അരയും തലയും മുറുക്കി പോരാട്ടത്തിനായി ഇറങ്ങുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളെയും അപേക്ഷിച്ച് വലിയ ശ്രദ്ധാകേന്ദ്രമായി 2019 ഈ തെരഞ്ഞെടുപ്പ് മാറാൻ പോവുകയാണ്. തീർച്ചയായും വലിയ മാറ്റങ്ങൾക്കുള്ള സൂചനയുണ്ടോ, അല്ലെങ്കിൽ എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്ന് ലോകമാകമാനം ഉറ്റുനോക്കുന്ന വലിയൊരു തെരഞ്ഞെടുപ്പാണ് ഇന്ത്യ നേരിടാൻ പോകുന്നത്. ഒരിക്കൽ കൂടി ന്യൂസ് ആൻഡ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലം വിഭജിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് വലിയ നിർണായകമായിരുന്നു. കാരണം കോഴിക്കോട് ജില്ലയിലെയും മലപ്പുറം ജില്ലയിലെയും മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് എം.ഐ. ഷാനവാസ് തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുപ്പ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പിന്. എം.ഐ. ഷാനവാസ് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹം വിട പറഞ്ഞുപോയി. അതിനുശേഷം പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പാണ് 2019 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഈ ഒരു കാലയളവിലുണ്ടായ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു ചെറിയ സംക്ഷിപ്ത രൂപം നമുക്കൊന്ന് കാണാം. വയനാട് ലോക്സഭാ മണ്ഡലം രൂപം കൊള്ളുന്നത്. വയനാട് ജില്ലയിലെ മാനന്തവാടി, ബത്തേരി, കൽപ്പറ്റ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, ഏറനാട്, വണ്ടൂർ, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലം രൂപം കൊണ്ട 2009 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ എം.ഐ. ഷാനവാസ് നേടിയ 1,53,439 വോട്ടായിരുന്നു അക്കാലത്തെ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം. ആ തെരഞ്ഞെടുപ്പിൽ എൻ.സി.പിയിൽ മത്സരിച്ച കെ. മുരളീധരൻ 99,663 വോട്ട് നേടി. എന്നാൽ 2014 എം.ഐ. ഷാനവാസിന്റെ ഭൂരിപക്ഷം 20,870 കുത്തനെ കുറഞ്ഞു. കസ്തൂരിരംഗൻ റിപ്പോർട്ടും മറ്റ് എതിർപ്പുകളും കാരണം വോട്ട് കുറഞ്ഞെന്ന് UDF കരുതുമ്പോൾ 5 വർഷം കൊണ്ട് 80% വോട്ട് കുറയ്ക്കാനായെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. അതേസമയം കേന്ദ്ര ഭരണ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുകയാണ് NDAയുടെ ലക്ഷ്യം. നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് LDF ഒരുപടി മുന്നിലെത്തിയിട്ടുണ്ട്. ഏതായാലും മെഡിക്കൽ കോളേജ്, രാത്രിയാത്രാ നിരോധനം, ചുരം ബദൽ റോഡ്, നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ തുടങ്ങിയ വിഷയങ്ങൾ ചൂടുള്ള ചർച്ചയാകുമ്പോൾ ജനഹിതം ആർക്കൊപ്പം എന്ന ആശങ്കയും എല്ലാ മുന്നണികൾക്കുമുണ്ട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 50 പഞ്ചായത്തുകളിൽ 29 പഞ്ചായത്തുകളിൽ LDFനാണ് ഭരണം. 4 MLAമാർ LDFനും 3 MLAമാർ UDFനും നിലകൊള്ളുമ്പോൾ 2019 തെരഞ്ഞെടുപ്പ് ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് മുന്നണികളെ ആശങ്കാകുലരാക്കുന്നത്. 13,25,788 വോട്ടർമാരാണ് മണ്ഡലത്തിൽ ആകെയുള്ളത്. UDFന്റെ പൊന്നാപുരം കോട്ടയെന്നും കേരളത്തിലെ അമേഠിയെന്നും ഒക്കെ അറിയപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ചൂടുള്ള ചർച്ചകളാലും അനവധി വിഷയങ്ങളാലും ഈ തെരഞ്ഞെടുപ്പ് തീപാറുന്ന പോരാട്ടം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ന്യൂസ് ആൻഡ് ടോക്കിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത്, ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ആൻഡ് ടോക്കിൽ ഇന്ന് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് BJP മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്ന ശ്രീ K. സദാനന്ദൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ശ്രീ AN പ്രഭാകരൻ, ഒപ്പം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് കോൺഗ്രസിന്റെ വിശാല KPCC മെമ്പർ കൂടിയായ ബഹുമാന്യനായ ശ്രീ VA മജീദ്. 3 പേരുമാണ് നമ്മുടെ ഇന്നത്തെ ന്യൂസ് ആൻഡ് ടോക്കിൽ പങ്കെടുക്കുന്നത്. 3 പേർക്കും ന്യൂസ് ആൻഡ് ടോക്കിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാത്തിരിക്കുകയാണ്. കച്ചമുറുക്കി മുന്നണികളൊക്കെ രംഗത്തിറങ്ങിയിരിക്കുന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ചും ഈ ഒരു തെരഞ്ഞെടുപ്പ് വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നുണ്ട്. ഒരു കാരണം, ഒരു മോദി എഫക്റ്റിലൂടെ കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് 2014 തെരഞ്ഞെടുപ്പിൽ മോദി ഗവൺമെന്റ് അധികാരത്തിലെത്തി എന്നുള്ളത് തന്നെയാണ്. മോദി എഫക്റ്റ് വീണ്ടും ആവർത്തിക്കുമോ? രാഹുൽ എഫക്റ്റിന് എന്താണ് പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിൽ? ശ്രീ VA മജീദ്. 2009 2014 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വയനാട് പാർലമെന്റ് സീറ്റ് UDF കോൺഗ്രസ് സ്ഥാനാർത്ഥി എം.ഐ. ഷാനവാസ് വിജയിച്ച മണ്ഡലമാണ്. മോദി എഫക്റ്റ് എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിലൊന്നും വയനാട്ടിലുണ്ടായിട്ടില്ല. 5 വർഷം പ്രധാനമന്ത്രിയായിരുന്ന ശേഷം മോദിയുടെ ഭരണകാലത്ത് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ 2014 മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടായി എന്ന്, വടക്കേ ഇന്ത്യയിൽ ഉൾപ്പെടെ ഉണ്ടായി എന്ന് പറയുന്ന മോദി എഫക്റ്റ്
വളരെ ഡിപ്പായി താഴ്ന്നു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പറഞ്ഞാൽ നമ്മൾക്കൊക്കെ അറിയാവുന്ന 15 ലക്ഷം രൂപ വരെ കള്ളപ്പണം പിടിച്ചെടുത്ത് 15 ലക്ഷം രൂപ വരെ ഓരോ ഇന്ത്യക്കാരൻ്റെയും അക്കൗണ്ടിലേക്ക് കൊടുക്കും എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ അച്ഛേ ദിൻ ആയേഗ എന്ന് പറഞ്ഞു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ഇതുപോലെ ജനങ്ങളെ ആകർഷിച്ച അല്ലെങ്കിൽ ജനങ്ങളെ മയക്കിക്കിടത്തിയ ഒരു വാഗ്ദാനങ്ങളും പാലിക്കുവാൻ മോദി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇന്ത്യൻ ജനത തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 5 വർഷക്കാലം പ്രധാനമന്ത്രിയായിരുന്ന മോദി ഭരണകാലത്ത് ഇന്ത്യ പലതും നമ്മളൊന്നും ആലോചിക്കുക പോലും ചെയ്യാത്ത പല കാര്യങ്ങളുമാണ് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിൽ പങ്കെടുത്തത്. മോദി പോപ്പുലാരിറ്റിയെ കുറിച്ച് പലരും പറയും. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്ത്യ ഇന്നുവരെ കണ്ട പ്രധാനമന്ത്രിമാരിൽ തന്റെ ഭരണ കാലാവധിക്കുള്ളിൽ ഒരിക്കൽ പോലും ഒരു പ്രസ് മീറ്റിംഗ് നടത്താൻ, ഒരു പത്രസമ്മേളനം നടത്തി ജനങ്ങളോട് കാര്യങ്ങൾ പറയാൻ ഒരിക്കലും പോലും ഔദ്യോഗികമായി ഒരു പത്രസമ്മേളനം നടത്താത്ത ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതുപോലെ ഈ GST കൊണ്ടുപോകും, നോട്ട് നിരോധനം. ഏറ്റവും അവസാനമായി നോട്ട് നിരോധനത്തെക്കുറിച്ചുള്ള RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡയറക്ട് ബോർഡിന്റെ 651 ബോർഡ് മീറ്റിംഗിന് മിനിറ്റ്സ് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നു. 26 മാസങ്ങൾക്ക് മുമ്പ് ഒരു ആക്ടിവിസ്റ്റ് കൊടുത്ത RTI പ്രകാരം കൊടുത്ത വിവരാവകാശ പ്രകാരം കൊടുത്ത ഒരു ചോദ്യത്തിന് മറുപടിയായി കൊടുത്തിരിക്കുന്ന 26 മാസങ്ങൾക്ക് ശേഷമാണ് മറുപടി കൊടുത്തത്. വളരെ ക്ലിയറായി പറയുന്നു, RBI ഡയറക്ടർ ബോർഡ് ആ തീരുമാനത്തിനെതിരായിരുന്നു. പക്ഷേ അതിൽ പങ്കെടുത്ത ഇന്നത്തെ RBI ഡയറക്ടർ, അന്നത്തെ ഫിനാൻസ് സെക്രട്ടറി ശക്തികാന്ത് ദാസ്, അദ്ദേഹം പറഞ്ഞൊരു വാക്കതിലുണ്ട്, ഗവൺമെന്റ് ഈസ് പ്രഷറൈസിങ്. ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തിയാണ് ഈ ഒരു തീരുമാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഇടപെടൽ, ഗവൺമെന്റ് ഇടപെടൽ കൊണ്ട് മാത്രം വന്ന ഒരു തീരുമാനമാണ്. അന്നത്തെ ഗവർണറായ ഉർജിത് പട്ടേൽ പോലും ആ തീരുമാനത്തിനെതിരായിരുന്നു. അത് ജനങ്ങളെ വലച്ചത് എത്രത്തോളമാണ് എന്ന് അറിഞ്ഞവരാണ് ഈ രാജ്യത്തിലെ ജനങ്ങൾ മുഴുവൻ തന്നെ. അപ്പൊ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത, തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്ന, എല്ലാ ഭരണപരമായ രംഗത്ത് സ്തംഭനമുണ്ടായ, മോദിയും അമിത്ഷായും മാത്രം ഏകാധിപതികൾ പോലെ നടക്കുന്ന, അവരോട് ആർക്കും ഒന്നും ചോദിക്കാൻ പാടില്ലാത്ത, ഒന്നും പറയാൻ പാടില്ലാത്ത, ജനങ്ങൾ കേൾക്കാത്ത, ജനങ്ങൾക്ക് പറയാൻ കേൾക്കാൻ തയ്യാറല്ലാത്ത, മൻ കി ബാത്ത് എന്ന് പറഞ്ഞ് തൻ്റെ അഭിപ്രായം എന്താണോ അത് ജനങ്ങൾ കേട്ടുകൊള്ളണം എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രധാനമന്ത്രി വീണ്ടും അധികാരത്തിലെത്തും എന്ന് പറയുന്നത് മൗഢ്യമാണ്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇന്ത്യൻ ജനത ചിന്തിക്കില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ എത്രയോ കൂടുതലായി രാഹുൽ ഗാന്ധി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഇന്ത്യ ഒട്ടാകെ ഗ്രാമാന്തരങ്ങൾ സഞ്ചരിച്ച് അദ്ദേഹം നേടുന്ന ജനപ്രീതി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ തന്നെ UDFന്റെ പൊന്നാപുരം കോട്ട എന്നറിയപ്പെടുന്ന വയനാട് പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ ഇത്തവണയും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥിക്ക് വിജയം 100% സുരക്ഷിതമാണ് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ശ്രീ AN പ്രഭാകരൻ, ആത്മവിശ്വാസമാണ് UDF കൈമുതലായി സൂക്ഷിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കി മത്സരിക്കാൻ ഒരുങ്ങുന്നു. കേരളത്തിലെ 17 സീറ്റുകളോളം കഴിഞ്ഞ സർവേകളിൽ കോൺഗ്രസിന് ലഭിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് സ്ഥാനാർത്ഥി നിർണയം വന്നതോടുകൂടി അതും മാറി മറിഞ്ഞിരിക്കുന്നു. എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് രാത്രിയാത്രാ നിരോധനം പോലുള്ള വിഷയങ്ങൾ, അതുപോലെ റെയിൽവേ തുടങ്ങിയ വിഷയങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മെഡിക്കൽ കോളേജ് എന്നുള്ളൊരു വിഷയവും ഇവിടെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സമയത്ത് ഭരണകക്ഷി എന്നുള്ള നിലയ്ക്ക് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ PP സുനീറിന് എന്ത് സാധ്യതയാണ് കാണുന്നത്? ആദ്യം തന്നെ പറയട്ടെ, നരേന്ദ്രമോദി ഇഫക്റ്റ് എന്ന് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതിനോട് 1% പോലും യോജിപ്പില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേവലം 31% വോട്ട് മാത്രമാണ് BJP മുന്നണിക്ക് കിട്ടിയത്. പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോയതുകൊണ്ട് മാത്രമാണ് അന്ന് നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ സവിശേഷത വെച്ച് കേവല ഭൂരിപക്ഷം നേടി NDA അധികാരത്തിൽ വന്നത്. എന്നാൽ പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കാതിരുന്ന ഘട്ടങ്ങളിലെല്ലാം BJP പുറത്തുപോയ ചരിത്രമാണ് ഇന്ത്യയിലുള്ളത്. 2004 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒരൊറ്റ കോൺഗ്രസ് MP പോലും ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ടായി. അന്ന് വാജ്പേയി ഭരണത്തെ അവസാനിപ്പിച്ചത് കോൺഗ്രസ്സുകാർ ജയിച്ചു പോയതുകൊണ്ടല്ല, മറിച്ച് കേരളത്തിൽ നിന്ന് 18 സീറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ MPമാർ ജയിച്ചു പോയ സാഹചര്യത്തിലാണ് വാജ്പേയി ഭരണം അവസാനിപ്പിച്ച് ഒന്നാം UPA അധികാരത്തിൽ വന്നത്. അന്ന് സോണിയാജി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞാണ് ബഹുമാനപ്പെട്ട മജീദിൻ്റെ പാർട്ടി ഉൾപ്പെടെ വോട്ട് പിടിച്ചത്.
പക്ഷേ പ്രധാനമന്ത്രിയായത് മൻമോഹൻ സിംഗാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നരേന്ദ്രമോദിയുമായിരിക്കില്ല പ്രധാനമന്ത്രി, രാഹുൽ ഗാന്ധിയുമായിരിക്കില്ല പ്രധാനമന്ത്രി, മൂന്നാമതൊരാൾ പ്രധാനമന്ത്രിയായി ഒരു മതേതര ഗവൺമെൻറ് ഇന്ത്യയിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കരുത് എന്ന ആത്മാർത്ഥമായി ആഗ്രഹം ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ് കോൺഗ്രസുമായി ഞങ്ങൾ എവിടെയും സഖ്യം ഉണ്ടാക്കിയിട്ടല്ല. രാംനാഥ് കോവിന്ദിനെതിരെ മീരാകുമാറിനെ കോൺഗ്രസ് മത്സരിപ്പിച്ചപ്പോൾ കേരളത്തിലെ 139 MLA-മാരും മീരാകുമാറിന് വോട്ട് ചെയ്തത് സഖ്യം ഉണ്ടാക്കിയത് കൊണ്ടല്ല. BJP വിരുദ്ധ മനോഭാവം കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇന്ത്യയിൽ എല്ലായിടത്തുമുണ്ട്. അതാണ് രാജസ്ഥാനിലും ഇപ്പോൾ BJP തോറ്റ് കോൺഗ്രസിൽ അധികാരത്തിൽ വരാൻ കാരണം. 34 സീറ്റിൽ ഞങ്ങൾ മത്സരിച്ചതുകൊണ്ടാണ്. 2 സീറ്റ് ഞങ്ങൾ ജയിച്ചു. ബാക്കി 32 ഇടത്തും 5000-ഉം 6000-ഉം വോട്ട് ഇടതുപക്ഷങ്ങൾ പിടിച്ചതുകൊണ്ട് മാത്രമാണ് 20 കൊല്ലത്തെ BJP ഭരണത്തിന് രാജസ്ഥാനിൽ അന്ത്യം കുറിക്കാൻ സാധിച്ചത്. ഇതേ ചിത്രം ഇന്ത്യയിലെമ്പാടും ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഉണ്ടാവും. മതേതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ ഞങ്ങൾ പരമാവധി പരിശ്രമിക്കും. കോൺഗ്രസ് ജയിച്ച മണ്ഡലങ്ങളിൽ ബംഗാളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നത് നേരാണ്. ആ ജയിച്ച മണ്ഡലങ്ങൾ BJP തോൽക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ വയനാട് മണ്ഡലത്തെക്കുറിച്ച് പൊന്നാപുരം കോട്ടയാണെന്ന വാദത്തോടൊന്നും 1% യോജിപ്പില്ല. വയനാട് മണ്ഡലം രൂപീകൃതമായി ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 1.25 ലക്ഷം വോട്ടിന് ശ്രീ ഷാനവാസ് ജയിച്ചു എന്നത് നേരാണ്. എന്നാൽ രണ്ടാമത്തെ ഇലക്ഷനായപ്പോൾ 2014 നടന്ന തെരഞ്ഞെടുപ്പിൽ അത് കേവലം 20,000 വോട്ടായി താഴേക്ക് താണുപോയി. അന്ന് സുഖസുന്ദരമായി ഒരു 75,000 വോട്ടിനെങ്കിലും സത്യൻ മൊകേരി ജയിക്കേണ്ടതായിരുന്നു. PV അൻവർ എന്ന സ്ഥാനാർത്ഥി ഇടയ്ക്ക് നിന്ന് ഷാനവാസ് വിരുദ്ധ വോട്ടുകളെല്ലാം 1 ലക്ഷത്തോളം വോട്ട് സ്വതന്ത്രൻ എന്ന നിലയ്ക്ക് മത്സരിച്ച് പിടിച്ചതുകൊണ്ട് മാത്രമാണ് 20,000-ന് കഷ്ടിച്ച് കഴിച്ചിലായിപ്പോയത്. അല്ലെങ്കിൽ ഒരു 75,000-ന് ഞങ്ങളുടെ സത്യൻ മൊകേരി അന്ന് തന്നെ ജയിക്കേണ്ടതായിരുന്നു. പിന്നീട് 2 തെരഞ്ഞെടുപ്പുകൾ ഈ കേരളത്തിൽ നടന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഈ 7 മണ്ഡലങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ, അസംബ്ലി മണ്ഡലങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ 20,000-ൽ താഴെയാണ് UDF-ൻ്റെ ഭൂരിപക്ഷം എന്ന് കാണാൻ വേണ്ടി കഴിയും. അതിനുശേഷമാണ് വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി, ടി മോഹൻ്റെ CMP തുടങ്ങിയ പാർട്ടികളെല്ലാം UDF വിട്ട് നിരവധി പാർട്ടികൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ പശ്ചാത്തലവും കൂടെ പാഴായ 10 വർഷങ്ങൾ തിരിച്ചുപിടിക്കാൻ എന്ന പുതിയ മുദ്രാവാക്യം വെച്ച് ആ പൊന്നാപുരം കോട്ടയിലേക്ക് 1 രൂപയുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. നമുക്ക് വീണ്ടും വരാം. ആ ഒരു പ്രഡിക്ഷൻ എത്രത്തോളം ഫലവത്താകുമെന്ന് ബഹുമാനപ്പെട്ട ശ്രീ VA മജീദ് സംസാരിക്കും. അതിനു മുമ്പ് ശ്രീ K സദാനന്ദൻ, എങ്ങനെയാണ്? കാരണം ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ ഏറ്റുവാങ്ങുന്ന ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന മോദി ഗവൺമെന്റ്. മോദി ഇഫക്റ്റിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദിയെ മുൻനിർത്തി മാത്രം നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി, ഇന്ന് ഇപ്പോൾ ഭരിക്കുന്ന പ്രധാനമന്ത്രി, അദ്ദേഹത്തെ മുൻനിർത്തിയാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇത്തവണ നേരിടുന്ന വിഷയങ്ങൾ നിരവധിയാണ്. റഫേൽ യുദ്ധവിമാനത്തിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ നോട്ട് നിരോധനം തുടങ്ങിയ വലിയ പ്രശ്നങ്ങൾ. എങ്ങനെ അത് വയനാട് ലോക്സഭാ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് എത്ര ശതമാനം വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും? എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട്? എന്തൊക്കെ കാരണങ്ങൾ നിരത്തിയാണ് വോട്ടർമാരെ നേരിടാൻ പോകുന്നത്? വലിയ പ്രതീക്ഷയോടെയും വലിയ കൂട്ടായ്മയോടെയും സംഘടിതമായ ഒരു വലിയ അജണ്ടയോടെയും കൂടി തന്നെയാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തീർച്ചയായും എങ്ങനെ കാണാം? ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുടർഭരണം ഉണ്ടാകുമെന്ന പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ്. അത് കഴിഞ്ഞ തവണ നിങ്ങൾ സൂചിപ്പിച്ച മോഡി എഫക്റ്റും ഉണ്ടായിരുന്നു എന്നുള്ളൊരു സത്യമാണ്. പക്ഷെ അതിലേക്കേറെ ഞങ്ങൾ അധികാരത്തിൽ വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 10 വർഷത്തെ UP ഗവൺമെൻറ്റിൻ്റെ അഴിമതി നിറഞ്ഞ ഭരണമായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി ഈ രാജ്യത്തെ ജനങ്ങൾ വെറുത്ത് അവരെ പുറത്താക്കിയതാണ് മോദി ഞങ്ങൾ NDA അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യം. അതുമാത്രമല്ല, 10-30 വർഷത്തിന് ശേഷം ഒരു ഒറ്റ കക്ഷിക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രത്യാശ ഒരു ഗവൺമെൻറ് എന്ന നിലയ്ക്ക് കഴിഞ്ഞ 60 വർഷം ഒരു ഭരിച്ച കോൺഗ്രസ്സിന് ചെയ്യാൻ പറ്റാത്തതിൻ്റെ 10 ഇരട്ടി 60 മാസം കൊണ്ട് ഈ മോദി ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങൾ എണ്ണി പറയാൻ സമയം തരികയാണെങ്കിൽ ഞാനത് പറയാം. നമ്മുടെ സമയം സാധാരണ ഒരു 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 പാവപ്പെട്ടവനെയും സാധാരണക്കാരെയും കണ്ടുകൊണ്ടിട്ടുള്ളൊരു ഭരണം നടത്തിയിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ്. ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രതികൾ വന്നിരിക്കുമ്പോൾ തൻ്റെ രാഷ്ട്രീയത്തെ ന്യായീകരിക്കണം എന്നുള്ളൊരു സത്യം തന്നെയാണ്, അതിന് നമ്മൾ എതിർപ്പ് പറയില്ല. പക്ഷേ ഓരോ കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ.
താഴെയുള്ള തൊഴിലാളി മുതൽ എല്ലാവർക്കും ആനുകൂല്യം കൊടുത്തൊരു ഗവൺമെൻറ്. വീട് വയ്ക്കാൻ ആവാസ് യോജന പദ്ധതികൾ കോടിക്കണക്കിന് വീടുകൾ വെച്ച് കൊടുത്തു. ആ വീട്ടിൽ സൗജന്യമായി ഇലക്ട്രിസിറ്റി എന്നുള്ള ആ ഒരു കാര്യം മുന്നോട്ട് വെച്ചു. ആ വീട്ടിൽ സൗജന്യമായി പാചകവാതകം കൊടുത്തുകൊണ്ടിട്ടുള്ളൊരു മുന്നേറ്റം നടത്തി. അവിടെ ശൗചാലയങ്ങൾ നിർമ്മിച്ചു. ശൗചാലയം എന്ന് പറയുമ്പോൾ എപ്പോഴും കോൺഗ്രസ്സുകാർ ഞങ്ങളെ കളിയാക്കുന്ന ഒരു വിഷയമാണ്, കമ്മ്യൂണിസ്റ്റുകാരും. ശൗചാലയം എന്ന് പറയുമ്പോൾ എന്തോ പുച്ഛിച്ച് കേരളത്തിൽ ഇരുന്നുകൊണ്ട് അതിങ്ങനെ പറയാം. പക്ഷേ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ശൗചാലയങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നു. അവിടെ സ്വയം തൊഴിലിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ മുദ്രാ ബാങ്ക് ലോൺ കൊടുക്കുന്നു. അവർക്ക് ഒരു ആശ്വാസം, സുരക്ഷിതത്വം എന്ന നിലയ്ക്ക് 12 രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി, ഒരു മാസം 1 രൂപ അടിച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്നു. എന്തിനേറെ അവസാനം കർഷകനാണെങ്കിൽ അവന് ഒരു വർഷം 6000 രൂപ അവൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു. അതിലേറെ പാവപ്പെട്ടവന് ചികിത്സയ്ക്ക് വേണ്ടി 5 ലക്ഷം രൂപയുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇന്ത്യയിലെ 10 കോടി ജനങ്ങളെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഏതാണ്ട് തത്വത്തിൽ 50 കോടി ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന ഒരു വലിയ പദ്ധതി, ബൃഹത്തായ ഒരു പദ്ധതി ലോക ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ ആവിഷ്കരിച്ച ഒരു ഗവൺമെൻറ്. അപ്പോൾ ഇപ്പോൾ ചികിത്സാ സൗകര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഒരു ആശുപത്രിയിൽ കാലെടുത്ത് വെച്ചാൽ എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്ന്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാരകമായ രോഗങ്ങൾ വരുന്നവനെ സഹായിക്കാൻ ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള പദ്ധതികളുടെ ഒരു ചെറിയ രൂപ ഞാൻ പറഞ്ഞത്. അതിലപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നോക്കൂ, നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി ഒഴിവാക്കി കൊടുത്തിരിക്കുന്നു. അത് തത്വത്തിൽ 7 ലക്ഷം വരെ വരാം. തത്വത്തിൽ പറഞ്ഞാൽ ഒരു മാസം 55,000 രൂപ ശമ്പളം വാങ്ങുന്നവൻ നികുതി കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അവൻ്റെ പോക്കറ്റിലേക്ക് ആ മാസം വരുന്നത് 600-800 രൂപയാണ്. എവിടെയാണ് ഈ മഹാഗഠബന്ധൻ ഇപ്പോൾ പ്രാവർത്തികമാക്കിയിട്ടുള്ളത് ജനങ്ങളോട് പറയണം. എവിടെയില്ല. അവർ ഉള്ള സീറ്റ് പശ്ചിമ ബംഗാളിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ സീറ്റ് ജയിക്കണം, CPMൻ്റെ സീറ്റ് ജയിക്കാൻ വേണ്ടി അവിടെ എല്ലാ തിരഞ്ഞെടുപ്പിലും പറയുന്ന പോലെ അടവ് നയം അല്ലെങ്കിൽ ധാരണ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില യോജിച്ച പ്രവർത്തനം നടക്കുന്നതിലപ്പുറം ഒരു മഹാഗഠബന്ധനും ഈ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. സീറ്റിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നില പരിതാപകരമാണ്. UPയിൽ BSPയും SPയും കൂടി സീറ്റ് ധാരണ വെച്ചിട്ട് നീക്കി വെച്ചത് കോൺഗ്രസിന് 2 സീറ്റാണ് 80 സീറ്റിൽ എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ കിട്ടിയ 44 കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ വരെ സംശയം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ആ തരത്തിലൊന്നും യഥാർത്ഥത്തിൽ ഒരു പക്ഷേ പ്രഭാകരൻ പറഞ്ഞ കോൺഗ്രസ്സുകാരനാവില്ല പ്രധാനമന്ത്രി, അല്ലെങ്കിൽ BJPക്കാരനും ആവില്ലെങ്കിൽ വേറെ ആരാ എന്നുള്ളതും കൂടെ പറയേണ്ടതുണ്ട്. അതാരാണെന്നും പറയാൻ പറ്റുന്നില്ല. ഒന്നും കൂടെ ഞാൻ സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. വയനാട് ലോക്സഭാ മണ്ഡലത്തെ കുറിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഞങ്ങൾ വലിയൊരു സാധ്യത കാണുന്ന മണ്ഡലം തന്നെയാണ് ഇത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ തരംഗവുമൊന്നും ഇവിടെ ഇല്ല എന്ന് സൂചിപ്പിച്ചെങ്കിലും ആ തരംഗത്തിലും ഞങ്ങൾക്ക് ഏതാണ്ട് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നോക്കി ഏതാണ്ട് 1 ലക്ഷം വോട്ടിനടുത്ത് കിട്ടിയൊരു ഒരു ലോക്സഭാ മണ്ഡലമാണിത്. വളരെ പ്രതീക്ഷയുണ്ട്. അതിനുശേഷം വന്ന രാഷ്ട്രീയ മാറ്റങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളും ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണകോട്ടങ്ങളും ഈ സംസ്ഥാന സർക്കാരിനെതിരെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള വലിയൊരു എതിർപ്പ് ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. കാരണം ഇത്രയും കാലം കൊണ്ട് ഒരു 5 പൈസയുടെ ഉപകാരം ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള, ഉപദ്രവമല്ലാതെ ഗുണം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും സത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ഇതും വെച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റം ജയിക്കാനാണ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും കാര്യങ്ങളുമായിട്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. ശ്രീ V. A. മജീദ്, നമ്മുടെ ശ്രീ A. N. പ്രഭാകരൻ അദ്ദേഹം പറഞ്ഞു, പ്രഡിക്റ്റ് ചെയ്തിരുന്നു ജയലക്ഷ്മി അവിടെ തോൽക്കും എന്നും പവർ കേളു ജയിക്കുമെന്ന് പ്രൊഡിക്റ്റ് ചെയ്തു. ഇത്തവണ പറയുന്നു PP സുനീർ നിർബന്ധമായും ജയിക്കും. ഇതിൽ വലിയൊരു ഒരു നമുക്കൊരാൾ ഇപ്പോൾ ലൈനിലെത്തുന്നുണ്ട്, ശ്രീ ബിജു കാക്കത്തോട്. ഈ അടുത്ത് ഗോത്ര കൂട്ടായ്മയുടെ ഒരു സംഘം രൂപീകരിക്കുമെന്ന് പത്രസമ്മേളനം അടക്കം ഉണ്ടായിരുന്നു. ശ്രീ ബിജു കാക്കത്തോട് കേൾക്കാമോ? ശ്രീ ബിജു കാക്കത്തോട്, എന്താണ് പുതിയൊരു ഗോത്ര മുന്നണി, ഗോത്ര വിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മുന്നണി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ പുതിയ ആശയം? ചുരുങ്ങിയ വാക്കുകൾ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് പ്രതീക്ഷയാണ്, എന്ത് സാധ്യതയാണ് ഈ മുന്നണിക്കുള്ളത്? ഇത് ശരിക്കും ഈ ഗോത്ര എന്ന് പറയുന്നത് പുതിയൊരു മുന്നണിയല്ല. ഇത് കഴിഞ്ഞ 2 വർഷമായിട്ട് ആദിവാസി ദളിത് മേഖലയിൽ പ്രവർത്തിക്കുന്ന യുവാക്കളുടെ കൂട്ടായ്മയാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ആശയത്തിലേക്ക് എത്തുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം റിസർവേഷൻ സീറ്റുകളിൽ മാത്രം പ്രതിനിധികളെ പങ്കെടുപ്പിക്കുന്ന സാഹചര്യമാണ് നിലവിൽ കേരളത്തിൽ പാർലമെന്റിൽ അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം കാണുന്നത്. ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവുന്ന രീതിയിൽ വയനാട് പാർലമെന്റ് മണ്ഡലങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ അറിയാം. എത്ര അംഗങ്ങളുടെ സാന്നിധ്യം പറയാനാകും പുതിയ മുന്നണി എന്ന് താങ്കൾ അവകാശപ്പെടുന്നതിന്? പുതിയ മുന്നണി എന്ന് അവകാശപ്പെടുന്നത് നമ്മൾ വയനാട് ജില്ലയിലെ ആദിവാസി ദളിത് സംഘടനകളും അതുപോലെ തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കുറച്ച് ആദിവാസി പ്രസ്ഥാനങ്ങളും എല്ലാം നമുക്ക് പിന്തുണയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്.
നമ്മളെ സംബന്ധിച്ച് വയനാട് ജില്ലയിൽ ഏകദേശം 2.5 ലക്ഷത്തോളം വരുന്ന ആദിവാസി വോട്ടുകൾ ഉള്ളപ്പോഴും ഈ റിസർവേഷൻ സീറ്റുകളിൽ മാത്രം മത്സരിപ്പിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യമാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് പല നിയമസഭാ ഇലക്ഷനുകൾക്കും കാണുന്നത്. അതിനൊരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ ഈ വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ആദിവാസികളുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയവുമില്ല. ഇത് ശരിക്കും ഒരു ജയിക്കാൻ വേണ്ടിയോ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളുടെ ഒരു ദേവരാജ്യം കാണിക്കാൻ വേണ്ടിയല്ല, പക്ഷെ ഈ മറ്റുള്ള പാർട്ടികളുടെ വിജയത്തിന്മേൽ ഒരു നിർണായക ശക്തിയായി ഞങ്ങൾക്ക് മാറാൻ കഴിയുമെന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ശ്രമം നമുക്ക് തുടങ്ങിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഒത്തിരി സംഘടനകൾ നമുക്ക് പിന്തുണയടിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. പല വ്യക്തിപരമായിട്ടുള്ള കുറച്ച് ആളുകൾ, അതുപോലെ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വിഭിന്ന ചിന്താഗതിയിൽ ചിന്തിക്കുന്ന കുറെ ആളുകൾ നമുക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് നിലവിൽ. അപ്പൊ 12-ാം തീയതിക്ക് ശേഷം നമ്മൾ സംസ്ഥാന തലത്തിൽ ഈ ഗോത്ര എന്ന് പറയുന്ന സംവിധാനം കേരളത്തിലെ ആദിവാസി ദളിത് സംഘടനകളുടെ ഒരു കോർഡിനേഷൻ പ്ലാറ്റ്ഫോം കൂടിയാണ്. അപ്പൊ ഇതിന്റെ നേതൃത്വത്തിൽ വരുന്ന 12-ാം തീയതിക്ക് ശേഷം ഒരു നിർണായക തീരുമാനം എടുത്തുകൊണ്ട് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ആദിവാസികളുടെ. അപ്പൊ ഈ സി കെ ജാനുവും കെ ഗീതാനന്ദനും അവരുടെയൊക്കെ ഗോത്ര സംഘടനകൾ താങ്കളുടെ ഈ സംഘടനയിലേക്ക് വരുന്നുണ്ടോ? പരസ്യമായിട്ടൊരു പിന്തുണ നമ്മളെ അറിയിച്ചിട്ടില്ല. പക്ഷെ അവരോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ക്ഷേമത്തിനാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ പറയുമ്പോഴും തത്വത്തിൽ അവരുടെ ചില നിലപാടുകൾ നമുക്ക് വ്യത്യസ്തമായിട്ട് അഭിപ്രായം. താങ്കളുടെ എത്ര വോട്ടർമാരുണ്ട് എന്നാണ് ശ്രീ വി എ മജീദ് കോൺഗ്രസ് പ്രതിനിധി ഇവിടുന്ന് ചോദിക്കുന്നുണ്ട്. എത്ര വോട്ടർമാരെ അവകാശപ്പെടാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. വോട്ടർമാർ ഏകദേശം ഒരു 10% വോട്ടുകൾ, നമ്മൾ എത്ര ശതമാനം? 10% ആദിവാസി വോട്ടുകളെ ക്യാൻവാസ് ചെയ്ത് നമുക്ക് പ്രസ്ഥാനത്തിൽ പിടിച്ചു കൊണ്ടുവരാൻ കഴിയുന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട്. ഏകദേശം 25,000 മേലെ വോട്ടുകൾ നേടാൻ വേണ്ടി പാർലമെന്റ് മണ്ഡലത്തിൽ കഴിയുന്ന വിശ്വാസം നമുക്കുണ്ട്. ശരി, ശ്രീ ബിജു കാക്കത്തോട് വളരെ സന്തോഷം ഞങ്ങളുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ വി എ മജീദ്, നമുക്ക് ബിജു കാക്കത്തോടിന്റെ അഭിപ്രായങ്ങളിലേക്ക് വരാം. അദ്ദേഹത്തെ ഈ ചർച്ചയിൽ പങ്കെടുപ്പിച്ചതിന് വ്യക്തമായൊരു ചോദ്യവും ഉണ്ട്. ഇപ്പോൾ ശ്രീ എൻ പ്രഭാകരൻ പറഞ്ഞതുപോലെ ഒരു പ്രഡിക്ഷൻ നടന്നിരിക്കുന്നു പി സുനീറിനെ കുറിച്ച്. വലിയൊരു ചോദ്യം അതിനപ്പുറത്തേക്ക് കിടക്കുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എം ഐ ഷാനവാസ് മത്സരിച്ച 2014 തെരഞ്ഞെടുപ്പിൽ 1.25 ലക്ഷം അല്ലെ 1.25 ലക്ഷം ഭൂരിപക്ഷം നേടിയിരുന്ന ശ്രീ എം ഐ ഷാനവാസ് അതേ സ്ഥാനാർത്ഥി അതേ മണ്ഡലത്തിൽ അതേ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ 20,000 ഭൂരിപക്ഷം കുറയുന്നു. വലിയൊരു വ്യത്യാസം. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ 1 ലക്ഷത്തിലധികം വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കെ മുരളീധരൻ കോൺഗ്രസിന്റെ ഭാഗമായി നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം 1 ലക്ഷം വോട്ടുകൾ പിടിക്കുന്നു. 1.25 ലക്ഷം ശ്രീ എം ഐ ഷാനവാസിന്റെ വോട്ട്. അങ്ങനെ വരുമ്പോൾ 2.25 ലക്ഷത്തിന്റെ വോട്ട് വർധന അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവേണ്ടടുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരെ താഴേക്ക് പോയി 20,000 കുറയുന്നു. അപ്പോൾ ഈ പ്രഡിക്ഷൻ എങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലേ? എങ്ങനെയാണ് അതിനെ കാണാൻ പറ്റുക? പ്രഡിക്ഷൻ എന്ന് പറഞ്ഞ പ്രഭാകരൻ ആ കാര്യത്തിൽ അനാവശ്യമായിട്ട് സ്വപ്നം കാണുകയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇപ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ട്, ഗാഡ്ഗിൽ റിപ്പോർട്ട്, കടുവാ സങ്കേതം, കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉള്ളതാണ്. അതിനെക്കുറിച്ച് വ്യാപകമായി ഇല്ലാത്ത പ്രചരണം നടത്തി. കടുവാ സങ്കേതം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് പോലും ഇല്ലാതിരിക്കെ എം പിയുടെ മുഖവും കടുവയുടെ ചിത്രവും വെച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ഉൾപ്പെടെയുള്ള ആളുകൾ അനാവശ്യമായ ആളുകളിൽ ഭയാശങ്കൾ ഉണ്ടാക്കിയ ഒരു പ്രചരണം നടന്നു. ഇപ്പോൾ കുടിയേറ്റ മേഖലയിൽ നമുക്കറിയാം, കുടിയേറ്റ മേഖല ഈ 2 കാര്യങ്ങൾ അസ്വസ്ഥമായിരുന്നു. അതുകൊണ്ടാണ് ബത്തേരിയിലും മാനന്തവാടിയിലും കുടിയേറ്റ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ മറ്റു കുടിയേറ്റ മേഖലയിൽ നിന്ന് വളരെ വലിയ വ്യത്യാസം ഞങ്ങൾക്ക് വോട്ടുകൾ കുറഞ്ഞു. മുരളി കിട്ടിയാൽ മുരളി എന്ന് പറയുന്ന മുരളി വളരെ അസാമാന്യമായ ഒരു ബന്ധം വയനാട്ടിലെ ജനങ്ങളുമായി പുലർത്തുന്ന വ്യക്തിത്വമാണ് മുരളി. ഇപ്പോൾ മുരളീധരന് കിട്ടിയ വോട്ടുകൾ മുഴുവൻ കോൺഗ്രസ് വോട്ടുകൾ മാത്രമാണ് 2009 അഭിപ്രായം എനിക്കില്ല. വളരെയധികം വോട്ടുകൾ അദ്ദേഹത്തെ വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്ന ആളുകൾ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2014 തെരഞ്ഞെടുപ്പിൽ ഈ ഒരു പ്രചരണം നമ്മൾ വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ 2 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എം ഐ ഷാനവാസ് പുറകോട്ട് പോയി. കൽപ്പറ്റയിലും തിരുവമ്പാടിയിലും മലപ്പുറം ജില്ലയിലെ 3 നിയോജകമണ്ഡലങ്ങളിലും എം ഐ ഷാനവാസ് ലീഡ് ചെയ്തു. 5 നിയോജകമണ്ഡലത്തിലും അങ്ങനെയാണ് അദ്ദേഹം ജയിക്കുന്നത്. ആ കുടിയേറ്റ മേഖലയിലുണ്ടായിരുന്ന ആശങ്കകളുടെ പ്രതിഫലനം നമ്മൾ പഠിക്കണമെങ്കിൽ ഒന്ന് കണ്ണൂർ തോറ്റത്. കണ്ണൂരിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം പി ആയ കെ സുധാകരൻജി തോറ്റു. കൊട്ടിയൂർ കേളകം ഭാഗത്തെ കുടിയേറ്റ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ തിരിഞ്ഞു പോയതാണ് കാരണം. ഇടുക്കിയിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്ന ഇടുക്കിയിൽ പി ടി തോമസ് അദ്ദേഹം കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ട് അംഗീകരിച്ചു അല്ലെ സപ്പോർട്ട് ചെയ്തെന്ന പേരിൽ അദ്ദേഹത്തെ മാറ്റി പാർട്ടി അവിടുത്തെ കുടിയേറ്റ മേഖല പ്രശ്നങ്ങൾ. എന്നിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽക്കുകയും ഇടതുപക്ഷത്തിൻ്റെ സ്വന്തം അവിടെ ജയിക്കുകയും ചെയ്തു. അപ്പോൾ കുടിയേറ്റ മേഖലയിൽ കഴിഞ്ഞ തവണ ഉണ്ടായ വലിയൊരു ആശങ്ക, അനാവശ്യമായി പടർത്തിവിട്ട ഒരു വലിയ ആശങ്ക കഴിഞ്ഞ തവണ UDF-നെതിരായി നല്ലൊരു വിഭാഗം കർഷകരിൽ കുടിയേറ്റ കർഷകരിൽ ചിന്ത ഉണ്ടാക്കിയത് ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നു എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ പ്രത്യേകത.
ഞാൻ ഈ പ്രഭാകരൻ്റെ സ്വപ്നം പൂവണിയില്ല എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ അതായത് 1967 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൻ്റെ ഏറ്റവും മോശം പ്രകടനം ഉണ്ടായ തെരഞ്ഞെടുപ്പാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അന്ന് 33% വോട്ട് കോൺഗ്രസിന് കിട്ടി. ഇപ്പോൾ UDF കിട്ടിയത് 37-38 ആ തെരഞ്ഞെടുപ്പിൽ പോലും വയനാട് പാർലമെൻ്ററി സെഗ്മെൻറ്റിലെ 4 അസംബ്ലി സെഗ്മെൻറ്റുകളിൽ LDF ജയിക്കുമ്പോഴും 3 UDF ജയിച്ചുള്ളൂ എങ്കിലും മൊത്തം പാർലമെൻറ്റ് മാനന്തവാടി, കൽപ്പറ്റ, തിരുവമ്പാടി, പിന്നെ ബത്തേരി, പിന്നെ ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ ഈ 7 അസംബ്ലി സെഗ്മെൻറ്റുകളുടെ വോട്ടുകൾ മൊത്തം എണ്ണിയാൽ UDF ആണ് മുമ്പിൽ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ എങ്ങനെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും UDFന് ഒരു പാർലമെൻ്ററി സെഗ്മെൻറ്റിൽ കൂടുതൽ വോട്ട് കിട്ടിയുള്ള പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മറ്റ് സാഹചര്യങ്ങളും കോൺഗ്രസിന് അനുകൂലമാണ്. കേന്ദ്രഭരണത്തിനെതിരെ ഇപ്പം ഫ്ലഡിന് ശേഷം ഉണ്ടായ ഫ്ലഡ് പോസ്റ്റ് ഡിലൂഗ് എന്ന് പറയും, പ്രളയാനന്തര പുനരധിവാസത്തിൽ കേരള ഗവൺമെൻറ് വന്നിട്ടുള്ള അനാസ്ഥയും പരാജയവും വളരെയധികം ജനങ്ങളിൽ വളരെയധികം എതിർപ്പുണ്ടാക്കിയിട്ട് ഗവൺമെൻറ്റിനെതിരായി. ഇത് മുഴുവൻ UDFന് അനുകൂലമായിട്ട് വരും. പിന്നെ പ്രഭാകരൻ പറഞ്ഞ് സോണിയാഗാന്ധി പ്രധാനമന്ത്രി വന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകാൻ സോണിയാഗാന്ധിജി മാഡം തയ്യാറാകാതെ സോണിയാജി തയ്യാറാകുന്നതാണ്. അന്നാണ് ഞങ്ങൾ പറഞ്ഞത് CPMൻ്റെ ജ്യോതി ബസുവിനോട് പ്രധാനമന്ത്രിയാകാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു. അന്ന് CPM സമ്മതിച്ചില്ല. CPMൻ്റെ ഭരണത്തിൽ കയറാൻ കഴിയില്ല. അവർക്ക് ബാക്കിയുള്ളവർ നന്നാക്കലും വടക്കാക്കലും ഒക്കെയാണ് അവരുടെ സ്വഭാവം. ഭരണത്തിൻ്റെ സാന്നിധ്യം ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടല്ലോ ജ്യോതി ബസുജിയോട്. പക്ഷേ ജ്യോതി ബസുജി പാർട്ടി സമ്മതിച്ചില്ല. അങ്ങനെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി. ആ തെരഞ്ഞെടുപ്പ് ഇപ്പം പ്രഭാകരൻ പറഞ്ഞു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2004 തെരഞ്ഞെടുപ്പിൽ 18 MPമാർ ഇവിടുന്ന് LDFന് ജയിച്ചുപോയി. BJP പുറത്താക്കാൻ ആണല്ലോ. സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് UPA സർക്കാരിന് പിന്തുണ കൊടുത്തു. പക്ഷേ 3 കൊല്ലം കഴിയുമ്പോൾ ഇതേ 18 MPമാരും കൂടി BJPയോടും RSSനോടൊപ്പം വോട്ട് ചെയ്ത് മൻമോഹൻ സിംഗിനെ പുറത്താക്കാൻ നോക്കി. UPA വിട്ടുപോയി അണ്ഡവേദ കരാറിൻ്റെ പേരിൽ. നമ്മളൊക്കെ കണ്ടതല്ലേ. അപ്പോൾ എങ്ങനെയാണ് LDFനെ പൂർണ്ണമായും BJP വിരുദ്ധ ഗവൺമെൻറ് ഉണ്ടാക്കാൻ, BJP അധികാരത്തിൽ പുറത്താക്കാൻ LDFനെ എങ്ങനെയാണ് ജനങ്ങൾക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുക? 3 കൊല്ലം കഴിഞ്ഞപ്പോൾ മാറിയില്ലേ? അന്ന് BJPയോടൊപ്പം അല്ലേ വോട്ട് ചെയ്തത് വിശ്വാസപ്രമേയത്തിൽ മൻമോഹൻ സിംഗിനെ പുറത്താക്കാൻ. അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ MP കുറിച്ച് പറഞ്ഞു. MP കേന്ദ്ര ഫണ്ടുകൾ കൊണ്ടുവന്നില്ല എന്നുള്ളത് വ്യാപകമായി നടത്തുന്ന വ്യാജ പ്രചരണമാണ്. സത്യങ്ങൾ മനസ്സിലാക്കണം. MSDP എന്ന പദ്ധതിയിൽപ്പെടുത്തി മാത്രം വയനാട്ടിൽ കൊണ്ടുവന്ന 133 കോടിയിലധികം രൂപയാണ്. ഞാൻ പറയില്ല എത്ര സ്കൂളുകൾക്ക് പൈസ കൊടുത്തു. നമ്മൾ ഈ കൽപ്പറ്റയിൽ നമ്മൾ സംസാരിക്കുന്നത് മുണ്ടേരിയിൽ 1,20,00,000, വൈത്തിരിയിൽ 1 കോടി, അച്ചൂർ 1 കോടി, റിപ്പണിൽ 1 കോടി, പരിയാരത്ത് 1 കോടി, സ്കൂളുകൾക്ക്, ആരോഗ്യ സ്ഥാപനങ്ങൾക്ക്, അതുപോലെ മുള്ളംകൊല്ലി പഞ്ചായത്തിൽ മാത്രം 7.5 കോടിയുടെ കുടിവെള്ള പദ്ധതിയാണ്. നടവയൽ പഞ്ചായത്തിൽ 2.5 കോടി കുടിവെള്ള പദ്ധതിയാണ്. പടിഞ്ഞാത്ത് 4 കോടി കുടിവെള്ള പദ്ധതിയാണ്. അങ്ങനെ എല്ലാ മേഖലയും കേന്ദ്ര ഫണ്ട് കൊണ്ടുവന്നു. NREGയെ ഏറ്റവും എഫക്റ്റായി നടപ്പിലാക്കി ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു ജില്ലയായി വയനാട് മാറി. 700 ചില്ലറ കോടി രൂപയാണ് കഴിഞ്ഞ 10 വർഷത്തെ MA ഷാനവാസ് MP. അദ്ദേഹമാണ് VMC വിജിലൻസ് മോണിറ്ററിംഗ് കമ്മിറ്റി അധ്യക്ഷൻ. ആ കമ്മിറ്റി വിലയിരുത്തി അന്നേരം ഇടപെടലുകൾ നടത്തി ഏറ്റവും എഫക്റ്റീവായ CPMൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ, അതുപോലെ BJPയുടെ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാ പാർട്ടിയിലെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ആൾ ഒന്നിച്ച് സഹകരിച്ച് വയനാട് ജില്ലയെ NREGയുടെ ഏറ്റവും മുൻപത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു. 700 കോടിയിലധികം രൂപയാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് വയനാട് ജില്ലയിൽ കൂലിയിനത്തിൽ കൊടുത്തത്. 100 കോടി രൂപയാണ് വയനാട്ടിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസപരമായ വെറ്റിനറി സർവകലാശാലയ്ക്ക് വേണ്ടി കേന്ദ്ര ഫണ്ടിൽ കൊണ്ടുവന്നത്. PVTG പെർമിറ്റീവ് വളണബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന 135 കോടിയിൽ 100 കോടിയിലധികം രൂപ ചെലവഴിച്ച വയനാട്ടിലാണ്. പെർമിറ്റീവ് വളണബിൾ ട്രൈബൽ ഗ്രൂപ്പായ കാട്ടുനായ്ക്ക കുടുംബങ്ങൾക്ക് 3000-ഓളം വരുന്ന കാട്ടുനായ കുടുംബങ്ങൾക്ക് മുഴുവൻ വീട് വെച്ച് കൊടുക്കാൻ, അവർ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഇടപെടാനൊക്കെ കേന്ദ്ര ഫണ്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഞങ്ങൾ കണക്കെടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് NREGയെ ഉൾപ്പെടെ വയനാട്ടിലേക്ക് വന്നിട്ടുള്ള ഏതാണ്ട് 2000 കോടി രൂപയാണ്. ചരിത്രത്തിൽ ആദ്യമാണ്. MSDPയിൽ വയനാട് ജില്ലയാണ് ഇന്ത്യയിൽ ഒന്നാമത്. NREGയിൽ വയനാട് ജില്ല വളരെ മുമ്പിൽ നിൽക്കുന്നു. ആ രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇല്ല എന്നുള്ളത് വ്യാജമായിട്ട് കടുവാ സങ്കേതത്തിന് MP ഒരു കടുവ വയനാട്ടിൽ 72 കടുവയാണുള്ളത്. ഒരു കടുവക്ക് 3 കോടി രൂപ വെച്ച് MP വാങ്ങിച്ചിട്ടാണ് ഒപ്പിട്ട് കൊടുത്തത് എന്ന് പ്രചരിപ്പിച്ച ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ജനങ്ങൾ ഈ കാര്യങ്ങൾ വിലയിരുത്തും, ജനങ്ങൾ ആ കാര്യങ്ങളിൽ യുക്തമായ തീരുമാനം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു സംശയമാക്കാത്ത ശ്രീ എൻ പ്രഭാകരൻ വ്യാജ പ്രചരണങ്ങൾ നടത്തിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. അത്ര വോട്ട് കുറയാൻ MI ഷാനവാസിന് കുറയാനുള്ള കാരണം അതാണ്. അങ്ങനെയെങ്കിൽ ഇത്തവണ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്തായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ LDFനെതിരെ LDF BJPക്കെതിരെ കോൺഗ്രസിനെതിരെ UDFനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്തായിരിക്കും? വ്യാജ പ്രചരണങ്ങളെന്ന് പറയുന്നത് ഒരു കാലത്തും തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ
ഒരു തവണത്തെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ല ഞങ്ങൾ നിലകൊള്ളുന്നത്. ഓരോ 5 കൊല്ലം കഴിയുമ്പോഴും 3 കൊല്ലം കഴിയുമ്പോഴൊക്കെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരാറുണ്ട് വ്യത്യസ്ത തലങ്ങളിൽ. അപ്പോൾ അന്നേരമെല്ലാം ജനങ്ങളെ സമീപിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് വ്യാജ പ്രചരണങ്ങൾ ഞങ്ങൾ നടത്താറേയില്ല. വസ്തുനിഷ്ഠമായ പ്രചരണങ്ങളാണ് നടത്താറുള്ളത്. ഒരു കാര്യം ഇപ്പം തന്നെ പറയാം. കുടിയേറ്റക്കാരുടെ കാര്യം പറഞ്ഞു. കുടിയേറ്റക്കാർ ഉൾപ്പെടെ ഈ മണ്ഡലത്തിനുള്ള ഒരു സവിശേഷത, ആകെ ജനസംഖ്യയുടെ 58% ജനസംഖ്യ ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷം ഭൂരിപക്ഷമുള്ള മണ്ഡലമാണിത്. ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് സദാനന്ദേട്ടൻ പറഞ്ഞത് ഞങ്ങൾ ഹിന്ദുക്കളെ പാർട്ടിയാണെന്നാണല്ലോ. എന്നാൽ 38% ഹിന്ദുക്കൾ തന്നെയുള്ളൂ. അതിൽ മഹാഭൂരിപക്ഷം വരുന്നവർ മതേതരവാദികളാണ്. അവർ ഒന്നുകിൽ ഇടതുപക്ഷത്തോടൊപ്പമാണ്, അല്ല UDFനോടൊപ്പമാണ്. അവരൊന്നും BJPയോടൊപ്പം ഇല്ല. അതുകൊണ്ട് BJP ഈ മണ്ഡലത്തിലൊരു വിഷയമേ അല്ല. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള, നേരത്തെ ഒരു സുഹൃത്ത് ആദിവാസി മേഖലയെക്കുറിച്ച് പറഞ്ഞു. ആദിവാസി മേഖലയ്ക്ക് ഇതുപോലെ ചെയ്ത ഒരു ഗവൺമെൻറ് കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല. TTC പാസ്സായ BEd കഴിഞ്ഞ മുഴുവൻ ആദിവാസി കുട്ടികളെയും വീട്ടിൽ പോയി വിളിച്ചു കൊണ്ടുവന്ന് മെൻറ്റർ ടീച്ചർമാരായി ജോലി കൊടുത്തത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്. 274 പേർ ഇന്ന് മെൻറ്റർ ടീച്ചർമാരായി ജോലി നോക്കുകയാണ്. 100-ലേറെ പേരെ പോലീസിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തിയത് ഈ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ആദിവാസികളെ. എക്സൈസിലേക്കും ഫോറസ്റ്റിലേക്കും നിരവധി യുവതീയുവാക്കൾക്ക് ജോലി കൊടുത്തത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്. ആദിവാസികൾക്ക് വേണ്ടി അവരുടെ ഭൂമിക്ക് രേഖ നൽകി. ഒരിക്കൽ ഞങ്ങൾ അവരെ വെസ്റ്റേൺ ഫോറസ്റ്റ് കയറ്റി സമരം നടത്തിയപ്പോൾ ഞങ്ങളെ കളിയാക്കിയവരാ ഈ BJPക്കാരും കോൺഗ്രസ്സുകാരും ആദിവാസി സംഘടനയൊക്കെ. പക്ഷേ ഇന്ന് അവരെല്ലാം ആ ഭൂമിയുടെ കൈവശരേഖ മേടിച്ച് അതിൻ്റെ ഉടമകളായി മാറി. ഇവിടെ മന്ത്രി രാജു തന്നെ വന്ന് ഈ കൽപ്പറ്റ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ മാസം പട്ടയം വിതരണം ചെയ്ത്. അതുകൊണ്ട് ആദിവാസികളുടെ വർത്താനം ആരും പറയേണ്ട. ആദിവാസികളുടെ കുത്തക അവകാശപ്പെട്ട ജാനു ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പമാണ്. ഞങ്ങൾക്ക് അനുകൂലമാണ് ഈ മണ്ഡലം എന്നതാണ് വസ്തുത. മറ്റൊന്ന്, മെഡിക്കൽ കോളേജും കേന്ദ്ര ഫണ്ടും പറയാനുണ്ട്. മെഡിക്കൽ കോളേജ് സംബന്ധിച്ച് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തീരുമാനം വന്നതാണ് അപകടമായത്. ആ വന്ന സാഹചര്യത്തിൽ ബദൽ സ്ഥലം കണ്ടെത്തി ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ മെഡിക്കൽ കോളേജ് വൈത്തിരി താലൂക്കിൽ ആരംഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിന് ഉറച്ച നിലപാടുമായിട്ടാണ് CPMഉം ഇടതുപക്ഷ പാർട്ടികളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഷാനവാസ് കേന്ദ്ര ഫണ്ട് ഒരു പൈസയും ഒരു പദ്ധതി കൊണ്ടുവന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. പൈസ എന്നല്ല ഞാൻ പറഞ്ഞത്, പദ്ധതി എടുത്തു കാണിക്കാൻ പറ്റിയ ഒരു കേന്ദ്ര പദ്ധതിയില്ല. ഇതാ കഴിഞ്ഞ 2 മാസം മുമ്പ് കേളു ഈ ഇന്ത്യയിൽ 70 കോളേജ്, ക്രൂസിൻ്റെ കോളേജ് ഇവർ പ്രഖ്യാപിച്ചു. കേന്ദ്ര ഗവൺമെൻറ് 70 കോളേജ്, അതിൽ ഒന്നേ കേരളത്തിന് കിട്ടിയുള്ളൂ. ആ കിട്ടിയ ഒരു കോളേജ് കേളു എന്ന MLA മുൻകൈയെടുത്ത് പേരിയയിൽ ബോയ്സ് ടൗണിൽ 10 ഏക്കർ സ്ഥലം കൊടുത്തുകൊണ്ട് അതിൻ്റെ അകത്ത് പ്രധാനമന്ത്രി തന്നെ കാശ്മീരിൽ ഇരുന്നു കൊണ്ട് 70 എണ്ണം ഒന്നിച്ച് ഉദ്ഘാടനം ചെയ്തതിൽ ഒരെണ്ണം വയനാട്ടിൽ വന്നത് MLA മുൻകൈയെടുത്ത. പിന്നെ ആദിവാസി സുഹൃത്തിൻ്റെ ഫോണിൽ സംസാരിച്ച സുഹൃത്തിനോട് പറയാം, റിസർവേഷനിൽ മാത്രമൊന്നുമല്ല ഞങ്ങൾ മത്സരിപ്പിക്കൽ. കേളു എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് 10 കൊല്ലം, ജനറൽ പഞ്ചായത്തിൻ്റെ തിരുനെല്ലിയുടെ പ്രസിഡൻ്റായിട്ടും കേളു 5 കൊല്ലം ഇരുന്നിട്ടുണ്ട്. റിസർവേഷൻ പ്രസിഡൻ്റായിട്ടും ഇരുന്നിട്ടുണ്ട്. പല പഞ്ചായത്തിലും ജനറൽ പഞ്ചായത്തുകളിൽ ആദിവാസി പ്രസിഡന്റുമാരെ റിസർവേഷൻ പ്രസിഡന്റുമാരായി ഞങ്ങൾ ഇരുത്തിയ ചരിത്രമുണ്ട്. പൂതാടിയിൽ രുക്മിണി സുബ്രഹ്മണ്യനെ ഇരുത്തിയിട്ടുണ്ട്, പലയിടത്തും. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി ആ സ്കെയിൽ വെച്ച് അളക്കേണ്ടതില്ല. ഞങ്ങൾ ജനറൽ പഞ്ചായത്തും കഴിവ് തെളിയിച്ചവരെ ST ആണെന്നതുകൊണ്ട് മാറ്റി നിർത്താറില്ല. അവർക്ക് കൊടുക്കാറുണ്ട്, സ്ഥാനങ്ങൾ കൊടുക്കാറുണ്ട്, മത്സരിപ്പിക്കാറുണ്ട്. യാതൊരു സംശയവും വേണ്ട. കാര്യത്തിലൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട് ആദിവാസികളുടെ പ്രശ്നം പറഞ്ഞു. ഇവിടെ ഈ നമ്മുടെ നിയോജകമണ്ഡലത്തിലെ 2 നിയോജകമണ്ഡലങ്ങൾ ആദിവാസി സംവരണമാണ്. അവിടെ CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും അവിടെ നിന്ന് ജയിച്ചു വരുന്ന ആളുകൾ ഏതായാലും ST വിഭാഗത്തിൽ നിന്ന് ആദിവാസി ബന്ധപ്പെട്ട ആളുകളാണ് വരുന്നത്. ഇവിടെ പ്രഭാകരേട്ടൻ പറഞ്ഞതുപോലെ 1977 രാഘവ് മാസ്റ്റർ ബത്തേരി, സുൽത്താൻ ബത്തേരി നിയോജകത്തിൽ മത്സരിക്കുമ്പോൾ അത് ജനറൽ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അപ്പോൾ ആദിവാസികൾക്ക് ആവശ്യമായ പരിഗണന കോൺഗ്രസിൻ്റെ ഭാഗത്ത് കാലാകാലം. ഇപ്പോൾ DCC പ്രസിഡന്റ് പോലും 77 ജനറൽ സീറ്റാണ്. 2 സീറ്റുണ്ട്. ഇല്ലില്ല, ഇന്നത്തെ പോലെ തന്നെ ഇല്ലില്ല. 77 അതിന് മുമ്പാണ് 2 റിസർവേഷൻ. 77 ആ ഡീലിമിറ്റേഷൻ വരുന്നത്. അന്നാണ് കൽപ്പറ്റ കോൺസ്റ്റിറ്റ്യുവൻസി ആദ്യം വരുന്നത്. അടിയോടി മത്സരിച്ച് വീരണം. അതൊക്കെ 80 പിന്നെ രാമേന്ദ്ര മാഷ് ജനറൽ സീറ്റിൽ അവിടെ വന്നു. ഇപ്പോൾ 77 അത് ജനറൽ സീറ്റാണ് രാഘവ് മാഷ് മത്സരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ DCC പ്രസിഡന്റ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അത് ഈ പറഞ്ഞതുപോലെ ജനറൽ ആയാലും ആദിവാസി ഏതാണ്ട് 18% ജനസംഖ്യ ഈ വയനാട്ടിലുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന കോൺഗ്രസിൻ്റെ നയം അനുസരിച്ച് എല്ലാ മേഖലകളിലും അത്തരം പ്രാതിനിധ്യങ്ങൾ കൊടുക്കാൻ കോൺഗ്രസ് എന്നും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല. ശ്രീ സദാനന്ദൻ അദ്ദേഹത്തിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ PM ജോയ് ഇപ്പോൾ ലൈനിലുണ്ട്. ശ്രീ PM ജോയ് കേൾക്കാമോ? ഹലോ.
ഓക്കെ, അദ്ദേഹം ചെറിയ സാങ്കേതിക കാരണമുണ്ട്. ശ്രീ കെ സദാനന്ദൻ, താങ്കളിലേക്ക് വരാം. വലിയ അവകാശവാദങ്ങളാണ് രണ്ട് മുന്നണികളും ഉന്നയിക്കുന്നത്. തീർച്ചയായും മെഡിക്കൽ കോളേജിന്റെ പ്രശ്നം അവിടെ കിടക്കുന്നു, രാത്രിയാത്രാ നിരോധന പ്രശ്നം അവിടെ കിടക്കുന്നു. ഇത് വയനാട് ലോക്സഭാ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളായി തന്നെ രാഷ്ട്രീയ പ്രചാരണങ്ങളായി മാറാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ ഗോത്ര സംഘങ്ങളുടെ ഒരു കൂട്ടായ്മ വരുന്നു, 25,000 വോട്ടുകളോളം ഉണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അദ്ദേഹത്തെ നമ്മൾ ഈ ഫോൺ ലൈനിൽ എടുക്കാനുള്ള കാരണം അത്തരമൊരു ചിന്താഗതികൾ മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രണ്ട് മുന്നണികൾ 3 മുന്നണികളും അല്ലാതെ പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് തീരെ പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നുള്ളതിൽ നിന്നാണ് അവരുടെ പുതിയ കൂട്ടായ്മ ഉണ്ടാകുന്നത് എന്നറിയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത്? ഞാൻ കുറച്ച് സമയം തരണം. ഈ എൻ്റെ എതിർവാദക്കാർ രണ്ടും ഞങ്ങൾക്കെതിരായിട്ട് BJPക്കെതിരായിട്ട് വല്ലാണ്ട് ആരോപണം മറുപടി പറയുന്നത് ഞാനൊരാളാണ്. 2 പേർക്ക്. ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ബാലിശമായ ചില ആരോപണങ്ങളല്ലാതെ വേറെ ഒന്നും ഉന്നയിക്കാൻ കോൺഗ്രസ് പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. ഇപ്പോൾ നേരത്തെ തന്നെ എൻ്റെ സുഹൃത്ത് മജീദ് പറഞ്ഞു പ്രധാനമന്ത്രി പത്രസമ്മേളനം നടത്തുന്നില്ല. ഈ പത്രസമ്മേളനം നടത്തുന്നില്ല എന്നുള്ളത് വലിയൊരു ആരോപണമാണ്. ഇന്ത്യ രാജ്യത്ത് പ്രധാനമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തണം, താഴെ ഇറങ്ങണ്ടേ? അതെ, ഞാൻ പറഞ്ഞുതരാം. പത്രസമ്മേളനം നടത്തണം നിർബന്ധമുണ്ടോ? ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. 10 കൊല്ലം ഇന്ത്യ രാജ്യം ഭരിച്ച മൻമോഹൻ സിംഗ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ട് എന്തായിരുന്നു കാര്യം? അല്ല, വിളിച്ചിട്ട് ഇപ്പൊ കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ. പോട്ടെ, അദ്ദേഹത്തിന് പറയാൻ മറുപടി പറയാനും ഒന്നും പ്രധാനമന്തിക്ക് മറുപടിയുടെ സ്ഥലത്ത് അദ്ദേഹം മറുപടി പറയാറുണ്ട്. അന്നേരം ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ താടിക്ക് കയ്യും കൊടുത്തത് കേട്ടിരിക്കുകയല്ലാതെ ഒന്നും പറയാൻ സാധിക്കാത്ത മറുപടി അദ്ദേഹം പാർലമെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ അതൊക്കെ ഒരു ബാലിശമായിട്ടുള്ള ആരോപണമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. രണ്ടാമത്തത് കാര്യം, വയനാടിനെ ഇങ്ങോട്ട് വന്നാൽ നോക്ക് നിങ്ങൾ, വയനാടിൻ്റെ പ്രശ്നങ്ങൾ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മൊത്തമായിട്ടില്ലെങ്കിലും വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 2-3 വലിയ പ്രശ്നങ്ങളാണ് ഇപ്പം ആദിവാസീൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ പറഞ്ഞതും. അതുപോലെ തന്നെ ഇവിടുത്തെ വലിയ ആരോഗ്യ മേഖലയിലുള്ള പ്രതിസന്ധി എന്ന നിലയ്ക്ക് ഈ മെഡിക്കൽ കോളേജിൻ്റെ വിഷയവും, യാത്രാ സൗകര്യം നിഷേധിക്കപ്പെട്ടൊരു ജില്ല എന്ന് വേണം പറയാൻ. കഴിഞ്ഞ പ്രളയകാലത്ത് വയനാട് ജില്ല ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ജില്ലയിൽ വെച്ചാണ് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനുള്ള സംവിധാനം ഈ ഗവൺമെൻറ്റുകൾ UDF LDF ഗവൺമെൻറ്റുകൾ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്നും. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, നമ്മൾ ഈ കർണാടകയിൽ ലയിപ്പിച്ചില്ല എന്താ, എന്തിനാ ഈ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നമ്മുടെ വികടനവാദമാണ്. ഞാൻ എൻ്റെ വാദമല്ല, അത് അങ്ങനെ ഒരാളെ കൊണ്ട് ചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ, പണ്ട് ഒരു ജഡ്ജി പറഞ്ഞ മാതിരി മാവോയിസ്റ്റുകളെ ഉണ്ടാക്കുന്നത് ഈ നിലപാടുകളാണ് എന്ന് പറഞ്ഞതൊരു സംഭവമുണ്ട്. അതുപോലെ ഈ സംഭവം ജനങ്ങളിലേക്ക് അത്തരത്തിലുള്ള ചിന്ത കൊണ്ടുപോകുന്നത് ഇവിടെ വികസനം മുരടിപ്പിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ റെയിൽവേയുടെ വിഷയത്തിൽ എന്തായിരുന്നു പ്രശ്നം, അത് തുറന്നു പറയണ്ടേ? 3000 കോടി രൂപ ആദ്യത്തെ ബജറ്റിൽ നീക്കി വെച്ച് 1500 രൂപ കൂടി ഈ 2 സംസ്ഥാന സർക്കാരും അതിൻ്റെ വീതം എടുത്തുകൊണ്ട് വളരെ മുന്നോട്ട് പോയ ഒരു പദ്ധതി DMRCയെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം അതിന് പ്രാരംഭ നടപടികൾക്ക് ഓഫീസ് വരെ കോഴിക്കോട് തുറന്നിട്ട് പ്രാരംഭ നടപടികൾക്ക് 2 കോടി രൂപ ചോദിച്ചിട്ട് അത് കൊടുക്കാത്ത ആദ്യത്തെ മന്ത്രി ആര്യാടൻ മുഹമ്മദാണ്. അന്നത്തെ UDF ഗവൺമെൻറ്റാണ്. അത് കഴിഞ്ഞ് വന്ന LDF ഗവൺമെൻറ്റും കൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ പണി പറ്റില്ല എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞു പോയി. എന്തിൻ്റെ പേരിലായിരുന്നു, എന്തായിരുന്നു തടസ്സം? പറ. അതിൻ്റെ തടസ്സം എന്താണെന്ന് പറയണ്ടേ? റെയിൽവേ വയനാട്ടിൽ കൂടി നിലമ്പൂർ ഇപ്പം ബദൽ ഒരു സംവിധാനം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ എന്തെങ്കിലും തകരാറ് വരണ്ടേ? എന്തിനീ ബദൽ സംവിധാനം? 2 കൊണ്ടുവരാൻ സാധിക്കാത്തത് കൊണ്ടുള്ള ഒരു ബദൽ സംവിധാനമാണ് എല്ലാ കാര്യത്തിലും. മെഡിക്കൽ കോളേജിൻ്റെ കാര്യം ഞാൻ പറയട്ടെ, ഇപ്പോൾ അതും പറയുന്നത് ബദൽ സംവിധാനം എന്നാണ്. 50 ഏക്കർ ഭൂമി ഒരു സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് നൽകണം എന്നൊരു ആവശ്യം മാത്രം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടത്, ഞാൻ അറിഞ്ഞത് അദ്ദേഹം 5 സീറ്റ് ആദിവാസികൾക്ക് കൊടുക്കണം എന്നൊരു ആവശ്യം മാത്രമേ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. ആ ഒരു ട്രസ്റ്റിൻ്റെ ഭൂമി എടുത്തിട്ട് അവിടെ ചില സാങ്കേതികത്വങ്ങൾ ഉണ്ടെങ്കിൽ അത് നീക്കി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ പഠനം നടത്താനൊന്നും സാധിക്കാതെ ഇപ്പോൾ ഭൂമി വിലയ്ക്ക് വാങ്ങി എത്ര കാലം ഇനി വയനാട്ടുകാർ മുന്നോട്ട് പോകണം ഒരു സൗകര്യത്തിന് വേണ്ടി? ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇപ്പം നേരത്തെ കടുവയുടെ പേരിലും MBA ചിത്രം വെച്ചതൊക്കെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. എന്താ കാരണം? വയനാട്ടിലെ വന്യമൃഗശല്യം തടയാനുള്ള ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതി ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൻ്റെ കാലത്താണെന്ന് എനിക്ക് തോന്നുന്നു വലിയൊരു പ്രൊജക്റ്റ് വെച്ചു. കോടിക്കണക്കിന് രൂപയിലെ പ്രൊജക്റ്റ് വയനാടിന് വേണ്ടി നമ്മൾ ഇരുന്ന് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഇരുന്ന് ആലോചിച്ച് കൊണ്ടുവന്നു. എവിടെ കൊണ്ടുപോയി? ഒരു 2 കിലോമീറ്ററെങ്കിലും ഈ ആന ഇറങ്ങാതെ, കടുവ ഇറങ്ങാതെ, പന്നി ഇറങ്ങാതെയുള്ളൊരു പ്രദേശം വയനാട്ടിലുണ്ടാക്കാൻ കർഷകർക്ക് സാധിച്ചോ? നേരത്തെ മജീദ് പറഞ്ഞല്ലോ, കുടിയേറ്റ മേഖലയിലാണ് ഞങ്ങൾക്ക് നഷ്ടമുണ്ടായത് എന്ന് പറഞ്ഞാൽ കുടിയേറ്റ മേഖലയിലുള്ളവരുടെ കഷ്ടമാണ് നിങ്ങൾക്ക് നഷ്ടമായത്. അത് ആലോചിക്കണം. അതുകൊണ്ട് ആ ഒരു പദ്ധതിക്ക് വേണ്ടി രൂപരേഖ തയ്യാറാക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ജില്ലയോ ഭരണകൂടങ്ങളോ
ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിനൊരു നടപടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് നടന്നിട്ടില്ല. ഇപ്പോൾ പ്രഭാരമായിട്ട് സൂചിപ്പിച്ചതുപോലെ ആരും പറയാതെ ആയിരുന്നില്ല. പ്രധാനമന്ത്രി MLA അതിന് നിന്നിട്ടുണ്ടാവാം, അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം. വന്ന പദ്ധതികൾ മുഴുവൻ വയനാട് ജില്ലയും ഒട്ടും മോശമാക്കിയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ ഇവിടെ തെളിവ് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈ ജില്ലയ്ക്ക് വേണ്ടി അദ്ദേഹം ഈ ഗവൺമെൻറ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇത് ആരോപണം ഉന്നയിക്കുക എന്നല്ലാതെ അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും കാര്യം പറയാൻ സാധിക്കുമോ? ഒന്നുമില്ല, വെറുതെ പറയുന്നത്. അപ്പോൾ ഇതിന് ശ്രീ എൻ പ്രഭാകരൻ താങ്കൾക്ക് എന്ത് പറയാം? ഒരു ചെറിയ കാര്യം, ഈ വന്യമൃഗശല്യം വയനാട് നേരിടുന്ന അതിരൂക്ഷമായ പ്രശ്നമാണ്. 600 കോടി രൂപയുടെ DPR തയ്യാറാക്കി 3 DFOമാർ, നോർത്ത് വയനാട് DFO, വൈൽഡ് ലൈഫ് വാർഡൻ, സൗത്ത് വയനാട് DFO, 3 മണ്ഡലത്തിലേക്ക് 600 കോടി രൂപയുടെ DPR തയ്യാറാക്കി കൊടുത്തു മാങ്കുളം ഫെൻസിങ്ങിന് വേണ്ടി. 60% കാശ് തരേണ്ടത് സദാനന്ദൻ്റെ പാർട്ടി ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്, 40% സ്റ്റേറ്റുമാണ്. സ്റ്റേറ്റിൻ്റെ 40% കിഫ്ബിയിൽ ഉൾപ്പെടുത്തി തരാമെന്ന് തോമസ് ഐസക് പറഞ്ഞു. ഇവരെ 60% കാശ് ഇങ്ങോട്ട് വന്നാൽ ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന കാശാണ്, ഫോറസ്റ്റിന് വേണ്ടി മാത്രം, ഫോറസ്റ്റിലെ വസ്തുക്കൾ വിറ്റിട്ടുണ്ടാക്കി കൊണ്ടുപോകുന്ന കാശാണ്. ആ 60% കാശ് ഇങ്ങോട്ട് വന്നാൽ മാങ്കുളം ഫെൻസിങ് വയനാടിൻ്റെ ഈ DPR നടപ്പിലാക്കിയാൽ വന്യമൃഗശല്യം 100% പരിഹരിക്കാൻ കഴിയും. കേന്ദ്ര ഗവൺമെൻറ് ഇടപെടലാണ് വേണ്ടത്. അത് BJP വിചാരിച്ചാൽ ഇപ്പോൾ നടക്കും, ഇനി നടക്കൂല. BJPക്ക് ഭരണം പോവുകയാണ്, ഞങ്ങളുടെ ഗവൺമെൻറ് വന്നാൽ നടത്തും. ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം അല്ല, ഇത് പറയുന്നത് ഇതൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റു ചില സാങ്കേതിക മറ്റു എല്ലാ കാര്യങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. 600 കോടി എന്ന് പറയുന്ന ഒരു ചില്ലറ കാശല്ലല്ലോ. അപ്പോൾ 600 കോടി കൊടുക്കണമെന്ന് കാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ ഒരു തടസ്സം ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പു തരികയാണ്. അതിൻ്റെ സാങ്കേതികമായ പ്രശ്നങ്ങൾ എന്തായിരുന്നു നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഇവിടുത്തെ എന്താണ് ആ പ്രൊജക്റ്റ് ഇപ്പം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇരുന്ന് ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അതിനൊന്നും ഒരു ആധികാരികത അത്ര അങ്ങോട്ട് പോകുന്നു. ഉദ്യോഗസ്ഥ ലെവലിൽ മാത്രം പോരാ, രാഷ്ട്രീയപരമായ ഒരു നീക്കങ്ങളും അതിൻ്റെ പുറകിൽ ഉണ്ടായാൽ ഈ ഗവൺമെന്റ് ഇതിനൊരിക്കലും വിമുഖത കാണിക്കില്ല. എത്ര കോടി വേണമെങ്കിലും വയനാട് തരാൻ തയ്യാറാണ്. ഇതാണ് ഇപ്പം ഈ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് UDF ഗവൺമെന്റ് അവസാന കാലഘട്ടത്തിൽ നാഷണൽ സേവിങ് സ്കീം NSC നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് സ്കീം ഉണ്ടല്ലോ, അവരിൽ നിന്നൊരു ലോൺ എടുത്തുകൊണ്ട് ഇവിടെ നിന്നുള്ള NSCയുടെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രൊജക്റ്റിന് ഉമ്മൻചാണ്ടി സർക്കാർ ഇതുപോലെ രൂപം കൊടുത്തു. പക്ഷെ അതിന് കേന്ദ്ര അനുമതി കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് മുടങ്ങി കിടക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞത് കേന്ദ്ര ഫണ്ട് ഞാൻ പറയാം, NREGA, MSDP, PVTG എന്നൊക്കെ പറയുന്ന പദ്ധതി UPA ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികളാണ്. ആ പദ്ധതികൾ തുടർച്ചയായിട്ട് ഈ ജില്ലയിൽ നടന്നതിന് നമ്മുടെ MP നമ്മളെ നിർത്തിയില്ലല്ലോ. അല്ല, നിർത്തിയില്ല, മറ്റുപോലെ നിർത്തി. പിന്നെ ഇപ്പൊ റെയിൽവേയുടെ കാര്യം പറയും. റെയിൽവേയിൽ എന്ത് ചെയ്തു? റെയിൽവേ വയനാട്ടിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇപ്പം പ്രഭാകരമായിട്ട് പറഞ്ഞ 75 ഏക്കറിലാണ് ഇപ്പം ശ്രീ കേളുവിന്റെ നേതൃത്വത്തിൽ ഒരു കോളേജിന്റെ കാര്യം പറഞ്ഞത്, പ്രധാനമന്ത്രി ഉദ്ഘാടനം. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വയനാട്ടിൽ ഒരു സംവിധാനം, ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ചർച്ച 2009 MP തുടങ്ങി വെച്ചതാണ്. അന്ന് സർവകക്ഷി യോഗം വിളിച്ചു, ഗവൺമെന്റ് ഭൂമി ഇല്ലാന്ന് കണ്ടു, പ്രൈവറ്റ് ഭൂമി വാങ്ങണമെന്ന് കണ്ടു. അവസാനം അവരുടെ ഡയറക്ടർ രാധാകൃഷ്ണൻ വന്നു, അന്നത്തെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. പക്ഷേ അന്നത്തെ LDF ഗവൺമെന്റ് 2016 വരെ 2011 വരെ അന്നത്തെ LDF ഗവൺമെന്റ് ആ കാര്യത്തിൽ ഒരു ഫയൽ നനക്കിയില്ല. പിന്നെ UDF ഗവൺമെന്റ് വന്നപ്പോൾ വീണ്ടും ഇതിനെ ചർച്ചകൾ ആരംഭിച്ചു. അന്ന് ചിലർ പാർട്ടിക്ക് അകത്ത് നിന്നും പുറത്തു നിന്നും പ്രൈവറ്റ് ലോബിയെ സഹായിക്കാനും റിയൽ എസ്റ്റേറ്റിൽ കമ്മീഷൻ തട്ടാനുമാണ് ഈ കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിപാടിക്ക് വലിയ വിഘാതങ്ങൾ ഉണ്ടാക്കി. പക്ഷേ UDF ഗവൺമെന്റ് മുന്നോട്ട് പോയി. 2014 UPA പുറത്തായി. UPA പുറത്താകുന്നതിന് മുമ്പ് കേന്ദ്ര ആരോഗ്യ വകുപ്പ്, സെൻട്രൽ മെഡിക്കൽ റിസർച്ച് കൗൺസിൽ, കേരള ആരോഗ്യ വകുപ്പ്, ശ്രീചിത്ര, ഈ നാല് ഡിപ്പാർട്ട്മെന്റിൽ ഒപ്പിട്ടൊരു MOU ഉണ്ടാക്കിയിട്ടുണ്ട് 2014 ജനുവരിയിൽ. പക്ഷേ 2014 UPA പുറത്തു പോയപ്പോൾ തുടർന്ന് വന്ന ഹർഷവർദ്ധൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി താല്പര്യം കാണിച്ചെങ്കിലും ശ്രീചിത്ര പുറകോട്ട് പോയി. പക്ഷെ ആ ഭൂമി റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയാണ് ഭൂമി എടുക്കാൻ പോയത്. ഇപ്പോൾ പ്രഭാരേട്ടൻ പറഞ്ഞ ഭൂമി 75 ഏക്കർ കേരള ഗവൺമെന്റ് UDF ഗവൺമെന്റ് അക്വയർ ചെയ്തത് 1,92,00,000 രൂപയ്ക്കാണ്. ഏതാണ്ട് 2,60,000 രൂപ ഏതാണ്ട് ശരാശരി ഏക്കർക്ക് വരുന്നത്. ആ സ്ഥലം 75 ഏക്കർ ഇന്ന് കേരള ഗവൺമെന്റ് കയ്യിലാണ്. അവിടെയാണ് ആ സ്ഥലം എടുത്തതുകൊണ്ടാണ് സത്യത്തിൽ ഇന്ന് അവിടെ ഒരു കോളേജ് തുടങ്ങാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായത്. മെഡിക്കൽ കോളേജിന്റെ കാര്യം പറഞ്ഞു. മെഡിക്കൽ കോളേജ് പ്രകൃതി അത് ദുർബലമാണ് എന്നുള്ളതിനെ കുറിച്ച്, പരിസ്ഥിതി ലോലമാണ് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ 1 കൊല്ലം കൂടി വേണമെന്നാണ് പറയുന്നത്. അത്ര നേരം കാത്തുക്കാൻ കഴിയാത്തതുകൊണ്ട് വേറെ ആ ഭൂമിയിൽ കച്ചവടം നടക്കാൻ പാടില്ല. അപ്പോൾ അവിടെ പറ്റില്ല, ഗവൺമെന്റ് അതിൽ ആ ഭൂമി കിട്ടി, ഭൂമി മറ്റൊന്നും കൊണ്ടുവരും. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ കൽപ്പറ്റയിൽ ഭൂമി നോക്കുമ്പോൾ ഈ ഗ്ലാൻ ലെവൻ എസ്റ്റേറ്റ് UDF ഗവൺമെന്റ് ഏത് മാനദണ്ഡം അനുസരിച്ച് 75 ഏക്കർ 1,92,00,000 രൂപയ്ക്ക് വാങ്ങിച്ചുവോ അതേ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഭൂമി വാങ്ങാനുള്ള ഇച്ഛാശക്തി LDF ഗവൺമെന്റ് കാണിക്കണം. ഇതന്നെ വേറെ കച്ചവടത്തിന് പോകുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം റെയിൽവേയുടെ കാര്യം പറഞ്ഞു. റെയിൽവേയുടെ ചരിത്രം എന്താ? 1920 ഏതാണ്ട് 100 വർഷം മുമ്പ്
അന്നത്തെ ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്നത്തെ സദേൺ റെയിൽവേ ഉണ്ടാക്കി 26 പ്രൊജക്റ്റുകൾ നടപ്പിലാക്കാതെ പോയ ഒറ്റ പ്രൊജക്റ്റാണ് നിലമ്പൂർ നഞ്ചങ്കോട്. സുഹൃത്ത് മജീദ് പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയില്ല. തൊഴിലുറപ്പ് പൂർണ്ണമായും ഇടതുപക്ഷം അന്ന് ഒന്നാം UPA ഗവൺമെൻറ്റിന് പിന്തുണ കൊടുത്ത 13 കോമൺ മിനിമം പ്രോഗ്രാമിലെ ഒന്നായിരുന്നു തൊഴിലുറപ്പ്. ഇല്ലെങ്കിൽ അതിനു മുമ്പും കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അന്നൊന്നും അവർക്ക് കൊണ്ടുവരാൻ തോന്നിയിട്ടില്ല. ഞങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി വന്നതാണ്. പക്ഷേ ഇപ്പം സദാനന്ദേട്ടൻ്റെ പാർട്ടി ഭരിക്കാൻ തുടങ്ങിയ കൂലി കിട്ടുന്നില്ല. ഇപ്പം കഴിഞ്ഞ കൊല്ലം 7 മാസത്തെ കുടിശ്ശിക, ഇപ്പോൾ ഓൾറെഡി 6 മാസത്തെ കുടിശ്ശിക, 1130 കോടി കേരളത്തിന് കുടിശ്ശിക, കൂലി ഇനത്തിൽ കുടിശ്ശികയാണ്. ഇവരതിനോട് തികഞ്ഞ നിഷേധാത്മക നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തൊഴിലുറപ്പ് രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു വക്താവ് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായേ പറ്റൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ എന്ത് കണക്ക് പറഞ്ഞാലും കഴിഞ്ഞതിന് അൻവർ മത്സരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ സുഖസുന്ദരമായ 75,000 വോട്ടിന് ഈ മണ്ഡലം ജയിക്കുമായിരുന്നു. അന്ന് 58 പഞ്ചായത്തിൽ 18 പഞ്ചായത്താണ് ഞങ്ങൾ ഭരിക്കുന്നത്. ഇന്ന് 58 പഞ്ചായത്തിൽ 38 പഞ്ചായത്ത് 4 മുനിസിപ്പാലിറ്റി ഞങ്ങളാണ് ഭരിക്കുന്നത്. 7-ൽ 4 MLA-മാർ ഞങ്ങളതാണ്. അതിനുശേഷം വീരേന്ദ്രകുമാർ, ജാനു, CMP, UDF വിട്ട് ഇങ്ങോട്ട് വന്നല്ലാതെ ഇവിടുന്ന് ഒരു പൂച്ചക്കുട്ടി അങ്ങോട്ട് പോയിട്ടില്ല. ഞങ്ങൾ ജയിക്കും. വലിയ പ്രതീക്ഷകൾ ഉണ്ടാവണം. അല്ലല്ല, 2009 എന്താ സ്ഥിതി? 2009 മാനന്തവാടിയിൽ കുഞ്ഞിരാമൻ MLA, ബത്തേരി കൃഷ്ണപ്രസാദ് MLA, ഇവിടെ അടുത്ത വർഷത്തിൽ സയൻസ് കുമാർ MLA, മറ്റേത് വർഗീസ് ജോർജ് MLA. ഇതെന്റെ അന്തസ്ഥിതി. പക്ഷെ 2009 ട്രെൻഡാണ് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്, 2004 ഇപ്പൊ പ്രഭാകരൻ പറഞ്ഞു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നതിൽ ഒരു സംശയമില്ല. CPM-ന്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും പിന്തുണയും അവരുടെ ഡിമാൻഡ് ഒക്കെ അതിലുണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ ആ ഗവൺമെന്റിനെ NRG കൊണ്ടുവന്ന കൊല്ലമാണ് പുറത്താക്കാൻ BJP-യോടൊപ്പം ഇടതുപക്ഷം വോട്ട് ചെയ്തത്. അതാ ഞാൻ പറഞ്ഞത്. ഇത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പം പ്രഭാകരൻ വെച്ച ആരോപണം എന്താന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് കൂലി തരുന്നില്ല എന്നാ. കേന്ദ്ര ഗവൺമെന്റിന് അങ്ങനെ നിങ്ങൾ പറയുന്ന മാതിരി നിങ്ങൾ ഇത്ര ഉറുപ്പിട്ട് തരണം എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ല, പതിനെട്ട് തൊഴിലാളിയുടെ ഓൺലൈൻ സിസ്റ്റത്തിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യം പോലും ഇപ്പൊ ഞങ്ങൾ അതിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾ പാർട്ടി എന്ന നിലയ്ക്ക് ഭരിക്കുന്ന പാർട്ടി എന്നാൽ ഞങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ. ഒരു കാര്യം പോലും കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല എന്നാണ് ചിറ്റമ്മ നയം നാണിച്ച് നിങ്ങളാണ് അത് വെറുതെ ഇങ്ങോട്ട് ആരോപണം ഉന്നയിക്കേണ്ട. കാരണം റെയിൽവേയുടെ കാര്യത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് ആർക്കും വയനാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ കുറ്റം പറയില്ല എന്നുള്ള ഉറപ്പാണല്ലോ. BJP പറയില്ല. അതുകൊണ്ട് വയനാടിന്റെ മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിലോ റെയിൽവേന്റെ കാര്യത്തിലോ ഒന്നും ഞങ്ങളെ കുറ്റം പറയാൻ സാധിക്കില്ല. പിന്നെ നിങ്ങൾ ഇതിന്റെ പദ്ധതിയിലെ നിങ്ങൾ നോക്കൂ, ഞങ്ങൾ LDF ഈ കഴിഞ്ഞ നിങ്ങൾ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രചരണം വയനാട്ടിൽ മറ്റു സ്ഥലത്തുണ്ടായിരുന്നു എനിക്കറിയില്ല. ഇവിടെ പ്രഭാകരന്റെ പാർട്ടി നടത്തിയത് ഇതാ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാണ്ടാക്കുന്ന ആണല്ലോ. എന്നിട്ട് തൊഴിലാളികളെ ചിറ്റിച്ചിട്ടാണ് വോട്ട് തിരിച്ചത്. ആയിക്കോട്ടെ, അതിന് നമുക്ക് വിരോധമല്ല, രാഷ്ട്രീയം. പക്ഷേ ഒരു നയ പൈസ ആ വേതനം കുറച്ചിട്ടില്ല തൊഴിലുറപ്പ് ദിനങ്ങൾ. 14 ദിവസത്തിനുള്ളിൽ കൂലി കൊടുക്കണം. നിങ്ങൾ നിയമങ്ങൾ കേരള സർക്കാർ നിങ്ങൾ നിങ്ങളുടേതായ വിഹിതം എടുക്കാനില്ലാത്ത സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ചില ഇടപാടുകളുണ്ട് കേരളത്തിൽ. അതായത് കേന്ദ്ര സർക്കാരിന്റെ ഏത് പദ്ധതിക്ക് ഒരു വിഹിതം കേരള സർക്കാരിനുണ്ടല്ലോ. വെള്ളത്തിന്റെ കാര്യം പറയുന്നത് സാലറി ചാലഞ്ച് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു, ബക്കറ്റ് വിരിവെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ചാലഞ്ച് തേണ്ടാൻ പോകാൻ ഒരു പാസ് വെച്ചിട്ട് തന്നില്ല, നിങ്ങൾ വിസ തന്നില്ല. 20 മന്ത്രിമാർക്ക് ലോകമെമ്പാടും പോയി മലയാളികളോട് തെണ്ടാണ്ട് ദുഷ്ടന്മാരാണ് കേന്ദ്രം. അതാണ് പ്രഭാകരൻ ഞങ്ങളെ പ്രത്യേകത. ആത്മാഭിമാനത്തോടെ ധർമ്മം തരില്ല, നായനെ വിട്ട് കടിപ്പിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ്. പ്രളയത്തിന് ശേഷം വയനാട് അപകീർത്തിക്കുക. 722 വീടുകൾ നശിച്ചിട്ടുണ്ട് വയനാട്ടിൽ. എല്ലാവർക്കും പൈസ കൊടുത്തു. ഇല്ല, 200 ക്യാമ്പ് കിടന്ന് മുഴുവനാക്കും 10,000 വെച്ച് കൊടുത്തു. ആദിവാസി കുടുംബത്തിന് 20,000 കൊടുത്തു. 1 ലക്ഷം. അതായത് ഇവർക്ക് വീട് ഇതാ പണിതുകൊണ്ടിരിക്കുക. നിങ്ങൾ പൈസ തന്നില്ലേലും ഞങ്ങൾ വീട് പണിതുകൊണ്ടിരിക്കുക. 1,90,000 രൂപ കൊടുത്ത് 200 കുടുംബങ്ങൾ 722 ആളുകൾക്ക് വീട് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. മുഴുവനാക്കും കൊടുക്കും. 2000 ഞാൻ ഒരാളില്ലാതെ കൊടുക്കും. അല്ലല്ലോ, കൊടുത്തില്ല, കൊടുക്കും. ഇപ്പൊ ജോയൽ മിസ്റ്റർ അഗ്രികൾച്ചർ പ്രിൻസിപ്പൽ ഓഫീസർ പത്രസമ്മേളനമുണ്ട്. പത്രസമ്മേളനം അദ്ദേഹം കൊടുത്ത ബ്രീഫ് 2000 ഹെക്ടർ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ 5000 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി നശിച്ചിട്ട് ഒരു ഹെക്ടറിന് 1000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ഏക്കർക്ക് 400 രൂപ നെൽകൃഷിക്ക് നഷ്ടത്തിന് കൊടുത്തത്. 3025 ഹെക്ടറിലെ കവുങ്ങ് കൃഷി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് എന്താ കൊടുത്തത്? 7.25 ലക്ഷം വാഴ നഷ്ടം. 6,90,000 വാഴകൾ കൊലച്ചതാ. പൊന്നും മറ്റും പണയം വെച്ചിട്ടാ കർഷകൻ ഇറങ്ങിയത്. എന്താ കൊടുത്തത്? കൊടുക്കുന്നില്ല. ഇതിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞോട്ടെ. പ്രഭാകരൻ പറഞ്ഞത്
ആത്മാഭിമാനമുള്ള ഇന്ത്യക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോ പറഞ്ഞ ഭാഷ തന്നെ തെണ്ടാൻ പോകുന്നില്ല. തെണ്ടാൻ പോകുന്നതും നമ്മുടെ രാജ്യത്തിന് കാലം ഉണ്ടായിരുന്നു. സൗദി അറേബ്യ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് തരാമെന്ന് 700 കോടി രൂപ മുടക്കിയ ദുഷ്ടന്മാരാണ്. അതല്ല, ആ കാലം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് തെണ്ടാൻ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതേ നരേന്ദ്രമോദി ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ലോകം മുഴുവൻ നടന്ന് തെണ്ടിയിട്ടുണ്ട്. അന്ന് സാഹചര്യം കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസ് വിസ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ തെണ്ടാൻ പറ്റിയ സാഹചര്യമുള്ള കാലം ഉണ്ടായിരുന്നു. അത് കോൺഗ്രസ് ഉണ്ടാക്കിയ പണം കൊണ്ടോ ഇപ്പം 10,000 വെച്ച് കിടന്നോന്നെല്ലാം കൊടുത്തത്. കോൺഗ്രസ് ഒരു പൈസ ഇല്ല. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഇതിനൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു. തെണ്ടാനൊക്കെ നിങ്ങൾക്ക് പറ്റുമായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി ഇന്ത്യയിൽ. അതിന്റെ ആവശ്യമില്ല. ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണം ചെലവാക്കി എന്ന് പറയാൻ പറ്റുമോ? 2009 BJP ഗവൺമെന്റ് കർണാടകത്തിലും ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിലും ഭരിക്കുന്ന സമയത്താണ് കർണാടകത്തിലെ ഒരു കലക്ടർ, ചാമരാജനഗർ കലക്ടർ, അവിടുത്തെ എത്രയോ തവണ ചർച്ച ചെയ്ത കാര്യങ്ങൾ പിന്നെ ചാമരാജനഗർ അന്ന് തന്നെ നമ്മൾ പോയി ആ ഉത്തരവ് പിൻവലിച്ചപ്പോ കോടതിയിൽ ഇടപെട്ടപ്പോ ഫോറസ്റ്റിന്റെ ഡിക്കാർഡുകൾ ഹാജരാക്കിയത് കേരള ഗവൺമെന്റ് രാജ്യപ്പെട്ടു കേസെടുത്തപ്പോൾ. അതെ, ഏതായാലും നമ്മുടെ ഓക്കെ ആയിക്കോട്ടെ. വാദപ്രതിവാദങ്ങൾ എല്ലാം ശരിയാണ്. നമ്മുടെ ന്യൂസ് ആൻഡ് ടോക്കിന്റെ ടൈം അവസാനിക്കാറായി. ഇപ്പൊ പറഞ്ഞ DMRCയുടെ ആ ഒരു പ്രശ്നം, അതുപോലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതുപോലെ നോട്ട് നിരോധന വിഷയം, ഇതെല്ലാം ചർച്ചയായിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത്. തീർച്ചയായും വലിയ ശ്രദ്ധാകേന്ദ്രമായിട്ട് ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം മോദി എഫക്റ്റും രാഹുൽ എഫക്റ്റും തമ്മിലുള്ള ഒരു മത്സരം തന്നെയാണ് ദേശീയ തലത്തിൽ. മഹാസഖ്യം, രാഹുൽ എഫക്ട് എന്ന് മാധ്യമങ്ങളുടെ വിശേഷം. കേരളം അത് സാധാരണ നമ്മൾ കണ്ടുവന്ന ഒരു മുൻകാല ചരിത്രമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് 5 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ഒരു ടീമിന് എപ്പോഴും അതിന്റെ ഒരു പ്ലസ് അടുത്ത് കണ്ടിട്ടുണ്ട്. അല്ല, ഏതാ ജയിച്ചത്? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എവിടെ ജയിച്ചത്? നിങ്ങൾ തത്വത്തിൽ നിങ്ങൾ MLAയുടെ എണ്ണം കൊണ്ട്, നിങ്ങൾ 5 or 6 MLAയുടെ എണ്ണം കൊണ്ട് അത് നിങ്ങൾ MLAമാരെ നിങ്ങൾ പിടിച്ചു നിർത്തണം. നിങ്ങൾ MLAമാരെ പിടിച്ചു നിർത്തണം. തകരാറ് ഞങ്ങൾക്ക് അവിടെ വോട്ടിംഗ് മധ്യപ്രദേശിൽ ഒരു രാഹുൽ എഫക്ട്, മോദി എഫക്ട്. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞു. പ്രഭാകരേട്ടൻ ഒരു കാര്യം പറഞ്ഞു നേരത്തെ. എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ CPI പരാജയപ്പെട്ടതെന്നൊരു കാര്യം പറഞ്ഞല്ലോ. ഒരു വേറെ സ്ഥാനാർത്ഥി നിന്നുകൊണ്ടെന്നല്ലാതെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും തത്വത്തിൽ അതുപോലെയുള്ള ചില സംഭവങ്ങൾ നടന്നു. ചില ജാതി സമവാക്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വോട്ടിന്റെ പെർസെന്റേജിലോ വോട്ടിന്റെ എണ്ണത്തിലോ ഒരു കുറവും ഞങ്ങൾക്ക് അവിടെ വന്നിട്ടില്ല. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഒറ്റ കുറവ് ഇല്ലല്ല. രാജസ്ഥാനിലും വന്നിട്ടില്ല. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഗുജറാത്തിലെ MLAമാരെ പിടിച്ചു ഞങ്ങളിപ്പോ നമ്മൾ ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കും? നമുക്ക് അതോടുകൂടി അവസാനം. എത്ര ഭൂരിപക്ഷം? 2 ലക്ഷത്തിലധികം ഭൂരിപക്ഷം പ്രതീക്ഷിക്കുകയാണ് കോൺഗ്രസ് മഹാസഖ്യം. ഓക്കെ, ഇവിടെ 50,000-ലധികം വോട്ടിന് ഞങ്ങൾ ജയിക്കും, PP സുനീർ ജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തുകൊണ്ടെന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയ ഇടതുപക്ഷത്തെ മാത്രമാണ്. കോൺഗ്രസ് ഒറ്റ രാത്രി കൊണ്ട് BJP ആയി മാറും. BJPയുടെ മുന്നേറ്റം എത്രത്തോളം ഉണ്ടാവും? ഞങ്ങൾ ഈ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വയനാടിന്റെ പ്രത്യേക സാഹചര്യം ഒന്ന്. അതുപോലെ തന്നെ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേയുടെ ഈ മണ്ഡലത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നിലമ്പൂർ അടക്കമുള്ള പ്രദേശം നൽകി അത് വലിയൊരു ചർച്ചാ വിഷയമാക്കും. ഈ രാജ്യത്ത് മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പദ്ധതികളെക്കുറിച്ചും വിശകലമായിട്ട് ഞങ്ങളത് പ്രചരണം നടത്തും. ആ പദ്ധതി ജനങ്ങളിലെത്തിക്കും. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ഇതുപോലെയുള്ള വികസന മുരടിപ്പിനെ കുറിച്ചും വളരെ ഭംഗിയായി ഞങ്ങൾ അവതരിപ്പിച്ചിട്ട് ഞങ്ങൾ വലിയൊരു മുന്നേറ്റം ജയിക്കാൻ തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ചിലപ്പോൾ ചെറിയ മാർജിനിൽ ഞങ്ങൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതായാലും വീണ്ടും നമ്മൾ ഇരിക്കേണ്ടി വരും. കാരണം റിസൾട്ട് വരാൻ പോകുന്നു. നമുക്ക് ഈ നേതാക്കളെയൊക്കെ വീണ്ടും ന്യൂസ് ആൻഡ് ടോക്കിൽ കൊണ്ടുവരേണ്ടതുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായ ഒരു തെരഞ്ഞെടുപ്പായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ തുടക്കം മുതലേ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ വിഷയങ്ങൾ, വിവിധ മേഖലകളിലെ കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏത് മുന്നണികളുടെ വാദത്തെ, ഏത് മുന്നണികളോടൊപ്പമായിരിക്കും ജനങ്ങളുടെ വോട്ട്, ജനങ്ങളുടെ മനസ്സ് എന്നറിയാൻ കാത്തിരിക്കണം കുറച്ച് നാൾ കൂടി. വീണ്ടും നമ്മൾ ന്യൂസ് ആൻഡ് ടോക്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി വീണ്ടും കാണും. അതുവരെ ന്യൂസ് ആൻഡ് ടോക്ക് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഞാൻ റാഷിദ് മുഹമ്മദ്. നമസ്കാരം.
ഓക്കെ.